നിങ്ങളുടെ ഒരു ബാക്കി എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തവരാണോ? ആണോ? ബയോളജിയുടെ ക്ലാസ്, ബോട്ടണിയുടെ ക്ലാസ് കഴിഞ്ഞോ? എത്ര ഫസ്റ്റ് 3 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു? 2 ചാപ്റ്റർ. പിന്നെ എങ്ങനെയുണ്ട് വെക്കേഷനൊക്കെ തുടങ്ങിയിട്ട്? എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ബോട്ടണി ഇച്ചിരി ടഫായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? നല്ല പാടായിരുന്നു. സോളജി നല്ല എളുപ്പമില്ലായിരുന്നോ? അത്യാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ കിട്ടിയോ? ഫിസിക്സ് ഇപ്രാവശ്യം ഇച്ചിരി വലച്ചു എന്ന് തോന്നുന്നു അല്ലേ നിങ്ങളെ? കെമിസ്ട്രി ആണോ? അധികം ഫിസിക്സ് എന്ന് അങ്ങനെ കേട്ടു. അതാണ്. പിന്നെ നീറ്റിൻ്റെ കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നിരിക്കണു അല്ലേ? എത്ര മാസത്തെ കോഴ്സാണിത്? അതായത് എന്നാ നീറ്റിൻ്റെ എക്സാം എന്നാ? മെയ് 5 എന്നുള്ള, മെയ് 4 അല്ലെങ്കിൽ 5 എന്നുള്ള രീതി. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് നമുക്ക് പോകുന്നത് അല്ലേ? ഇത്രയും നാളും കൊണ്ട് +1 +2 ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക, കവർ ചെയ്യുകയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ +1 ഏകദേശമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്, സുവോളജിക്കൊന്നും ഇമ്പ്രൂവ്മെൻറ്റ് വരുമില്ല എങ്ങനെയാണെങ്കിലും. ഉണ്ടായിരുന്നില്ല? നിങ്ങൾക്ക് ആർക്കും ഉണ്ടായിരുന്നോ? അപ്പോൾ ഏകദേശം ഒന്ന് മറിച്ച് നോക്കിയിട്ടുണ്ടാവുമല്ലോ. +2 എങ്ങനെയാണെങ്കിലും മറന്നു പോയിട്ടുണ്ടാവില്ല. +1 അല്ലേ പിന്നെ അതൊക്കെ നമുക്കൊന്ന് പൊടി തട്ടിയെടുത്ത് അത്യാവശ്യം ഓർമ്മപ്പെടുത്തി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്താണ് നമ്മളൊരു ക്ലാസ്സിൽ പോകുന്നത്. അപ്പോൾ ഇതുവരെ കഴിഞ്ഞ സബ്ജക്റ്റുകൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരു ദിവസം 3 ചാപ്റ്റർ എന്നുള്ള രീതിയിലാണ് ക്രാഷ് കോഴ്സ് നമുക്ക് പോവുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മെറ്റീരിയലിൽ ഉണ്ടാവും. അത് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യും. അതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, റെഡിയാണല്ലോ? +1 ഫസ്റ്റ് ചാപ്റ്റർ ഏതാ? +1 സ്റ്റാർട്ട് ചെയ്യുന്നത്. +1 തുടങ്ങാം നമുക്ക്. +2 ഇത്രയും ദിവസം ഇരുന്ന് ഇങ്ങനെ പഠിച്ച് ഇതായതല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം +1 സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ ഏതാ +1-ലെ? ദ ലിവിങ് വേൾഡ് എന്നുള്ളത് അല്ലേ? എങ്ങനെയുണ്ട് ആ ചാപ്റ്റർ? സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. എങ്ങനെ വന്നാലും അതിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ചോദിക്കാൻ ഒന്നും തന്നെ ഇല്ല. കാരണം അധികം ഡിലീഷൻ വന്നിട്ടുണ്ട്. ഇതിന് മുമ്പാണെങ്കിൽ കുറച്ചുകൂടെ ആയിട്ട് ഒരു 2 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടായിരുന്നു ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ എന്താ? ഒന്നുമില്ല. നമ്മൾ പറയണേ കൂടുതലൊന്നും തന്നെ വരാനില്ല. കഴിഞ്ഞ വർഷമൊന്നും നീറ്റിന് ഈ ഭാഗമേ തൊട്ടിട്ടുണ്ടായില്ല. ആ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നത് കേട്ടോ. നമുക്ക് തുടങ്ങിയാലോ? അറിയാൻ പാടില്ലെങ്കിൽ ചോദിക്കുക കേട്ടല്ലോ. മനസ്സിലാവാത്ത കാര്യങ്ങൾ ചോദിച്ചു പോവുക കേട്ടോ. എല്ലാവരും കൂടെ അടുത്തൊക്കെ ഉള്ളവരാണോ? മസിൽ പിടിച്ചിരിക്കണ്ട എൻ്റെ ക്ലാസ്സിൽ, ഫ്രീ ആയിട്ട് ഇരുന്നോളുക കേട്ടോ. അറിയില്ലാത്ത കാര്യങ്ങൾ ചോദിച്ച് ആ രീതിയിൽ നമുക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ദ ലിവിങ് വേൾഡ്. തുടങ്ങിയാലോ? നോട്ടൊന്ന് എഴുതിയെടുക്കൽ ചിലപ്പോൾ നടക്കില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോകാം. നിങ്ങൾക്ക് ലെക്ചർ നോട്ട് പോലെ എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുത്തോ, അല്ലാതെ ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. എന്താണ് ലിവിങ് വേൾഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്ന കണ്ടൻറ്റുകൾ? എന്താണ് ഒരു ജീവനുള്ള ഓർഗാനിസത്തിൽ, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ, അതിനെങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മൾ പറയുന്നത്. ആദ്യം തന്നെ എന്താ ജീവനുള്ളൊരു ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്? എന്താണ് ഒരു വസ്തു വളരുന്നു അല്ലെങ്കിൽ നിങ്ങൾ വളരുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ? എങ്ങനെയാണ് നിങ്ങൾക്ക് വളർച്ച ഉണ്ടെന്ന് അറിയണം? എങ്ങനെയാ? ഇപ്പം എൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ വളർച്ച തീർന്നിരിക്കണ കൂട്ടത്തിലുള്ളതാണ്.
അല്ലേ? നിങ്ങൾ വളരുന്നു. എങ്ങനെയാണ് മനസ്സിലാവുന്നത്? ഇപ്പം നമ്മൾ കുറേ നാൾ കൂടി ഒരാളെ കാണുകയാണ്. അപ്പം നിങ്ങൾ ഈ 2 മാസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫ്രണ്ടിനെ കാണും. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾ പറയില്ലേ, നിനക്ക് പൊക്കം വെച്ചുലോടി, വണ്ണം വെച്ചുല്ലോ, മുടി നീണ്ടൂലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയില്ലേ? എന്താ ഉദ്ദേശിക്കുന്നത്? അതൊക്കെയാണ് നമ്മുടെ വളർച്ച എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിൻ്റെ വളർച്ച എന്ന് പറയുമ്പോൾ അതിൻ്റെ മാസ് കൂടുക. നമ്മൾ പറയുകയാണെങ്കിൽ ഇനി അത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്താണ് മാസ് കൂടുക? മാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? നമ്മുടെ വണ്ണം കൂടുക. എങ്ങനെയാണ് നമുക്ക് വണ്ണം കൂടുന്നത്? പറയണ കാര്യം മനസ്സിലാവുന്നുണ്ടോ? പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു, ലിവിങ് വേൾഡ് കേട്ടോ. +1 ഫസ്റ്റ് ചാപ്റ്ററാണ്. ഒന്ന് ഓർത്തെടുക്കുക കേട്ടോ. എങ്ങനെയാണ് നമുക്ക് വണ്ണം കൂടുന്നത്? പറഞ്ഞേ, എങ്ങനെ വണ്ണം വയ്ക്കണേ? ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് വണ്ണം വയ്ക്കണമെന്നുണ്ടോ? നമ്മുടെ ബോഡിയിൽ ഫാറ്റ് അടിഞ്ഞു കൂടുക അല്ലേ? നമ്മുടെ ബോഡിയിൽ ഫാറ്റ് അടിഞ്ഞു കൂടുക എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്നവരിൽ അല്ലേ? വീട്ടിലിരിക്കുമ്പോൾ എന്താ ചെയ്യണേ? ചുമ്മാ എന്തെങ്കിലുമൊക്കെ TV കണ്ടിട്ട് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് ഓരോ സാധനങ്ങൾ കുറിച്ചിട്ട് നടന്നൊക്കെ നമ്മുടെ ബോഡിയിൽ ഫാറ്റ് കൂടിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അതായത് നമ്മുടെ സെല്ലുകൾ ഇൻക്രീസ് ചെയ്താണ് നമ്മൾ ഓൾറെഡി നമുക്ക് നമ്മുടെ മാസ് കൂടുക എന്ന് പറയുന്നത് അല്ലേ? ഞാൻ പറഞ്ഞ കാര്യം ശരിയാണോ? ആണോ? അപ്പോൾ ഈ ഗ്രോത്ത് അല്ലെങ്കിൽ വളരുന്ന ഒരു ജീവിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് വേണം. ഉണ്ടായാലാണ് ഞാൻ പറയുന്ന ഈ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു ആൾ വളരുക എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഫസ്റ്റാണ് എന്തായിരിക്കും? പറഞ്ഞ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് പറയാമോ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് പറഞ്ഞു നോക്കിക്കേ, എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഗ്രോത്തിൻ്റെ കുറച്ച് ഫീച്ചർ അല്ലെങ്കിൽ ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ്. ഫസ്റ്റ് നമുക്ക് പറയാം ഗ്രോത്ത് അല്ലേ? ഒരു ജീവനുള്ള വസ്തുവാണെങ്കിൽ അതെന്ത് ചെയ്യും? വളരും. രണ്ടാമത്തെ കാര്യം എന്തായിരിക്കും? റീപ്രൊഡക്ഷൻ. ശരിയല്ലേ? എന്താ റീപ്രൊഡക്ഷൻ? ഒരു ഡെഫിനിഷൻ പറഞ്ഞ്. 2 വർഷം ബയോളജി, 2 വർഷമല്ല, എത്ര വർഷമായി ബയോളജി പഠിക്കണു അല്ലേ? റീപ്രൊഡക്ഷൻ ഒരു ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ലേ? പറ, എന്താ റീപ്രൊഡക്ഷൻ? എന്നാ മക്കളെ റീപ്രൊഡക്ഷൻ? +2 ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്ററൊക്കെ പഠിച്ചേ. ഇങ്ങോട്ട് പറഞ്ഞേ. നമ്മളിൽ നിന്ന് ഒരു പുതിയ ഓർഗാനിസം ഡെവലപ്പ് ചെയ്തു വരുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലേ? 2 തരത്തിലുള്ള റീപ്രൊഡക്ഷനൊക്കെ ഉണ്ട്. സെക്ഷലും എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങോട്ട് പോകും. അതിനു മുമ്പ് നമുക്ക് ക്യാരക്ടേഴ്സ് പറയാം. ഇനി അപ്പോൾ 2 ക്യാരക്ടേഴ്സ് പറഞ്ഞു. ഏതൊക്കെയാണ്? ഗ്രോത്തും റീപ്രൊഡക്ഷനും. മൂന്നാമത്തെ ക്യാരക്ടർ എന്തായിരിക്കും? മെറ്റബോളിസം. എന്താ മെറ്റബോളിസം? നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? മെറ്റബോളിക് റിയാക്ഷൻസ് എന്ന് വിളിക്കാം. നമ്മുടെ ബോഡിയിൽ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ടോ? എന്തൊക്കെ പ്രോസസ്സാ പറഞ്ഞേ? ഡൈജഷൻ, റെസ്പിറേഷൻ, പിന്നെന്താ? അങ്ങനെ നമ്മുടെ ബോഡി ഡൈജഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്താണ്? നമ്മളൊരു ഫുഡ് കഴിച്ചു, അത് ദഹനം നമ്മുടെ ബോഡിയിൽ നടക്കണമെങ്കിൽ ചുമ്മാ നടക്കുമോ? എന്തെല്ലാം രീതിയിലുള്ള പ്രോസസ്സുകൾ നമ്മുടെ ബോഡിയിൽ നടന്നാലാണ് അതൊന്ന് ഫുഡ് ഡൈജസ്റ്റ് ആവുന്നത് അല്ലേ? അപ്പോൾ ആ ഡൈജഷൻ നടക്കണമെങ്കിൽ ഒരുപാട് തരത്തിലുള്ള പരിപാടികൾ നമ്മൾ നടക്കണം. ബാക്കിലേക്ക് ഇറങ്ങാണ്ട് ഇങ്ങോട്ട് ആണെങ്കിൽ ഇരുന്നോട്ടോ. ഫ്രണ്ടിലിരിക്കണൊക്കെ വെച്ച് എഴുതാനുള്ള സംഭവം ഉണ്ടോ അവിടെ? പുതിയ ആളുകളാണോ? ആദ്യമായിട്ട് ക്ലാസ്സിന് വന്നവരാണോ? ഒന്ന് അല്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഏതാ? സുവോളജി. +1 ഫസ്റ്റ് ചാപ്റ്ററാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ദ ലിവിങ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? മെറ്റബോളിസത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ എന്താണ് മെറ്റബോളിസം എന്ന് മനസ്സിലായല്ലോ? എന്താ മെറ്റബോളിസം? നമ്മുടെ ബോഡിയിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിനെയാണ്, അല്ലെങ്കിൽ എല്ലാ കെമിക്കൽ റിയാക്ഷൻസിനെയും കൂട്ടി വിളിക്കുന്ന പേരാണ് എന്തെന്ന്? മെറ്റബോളിസം. ഓക്കെ, ക്ലിയർ ആയോ? പറഞ്ഞ് അപ്പോൾ ഏതൊക്കെ ക്യാരക്ടേഴ്സ് പറഞ്ഞു? ഗ്രോത്ത് പറഞ്ഞു, റീപ്രൊഡക്ഷൻ പറഞ്ഞു, പിന്നെ ഏതാണ്? മെറ്റബോളിസം പറഞ്ഞു. ഇനി അടുത്തൊരു ക്യാരക്ടർ പറഞ്ഞേ. സെല്ലുലാർ ഓർഗനൈസേഷൻ. ജീവനുള്ള ഒരു വസ്തുവിൻ്റെ ഒരു ക്യാരക്ടറാണ് സെല്ലുലാർ ഓർഗനൈസേഷൻ. ഈ ചാപ്റ്റർ ഓർക്കണില്ല, അപ്പോൾ അടുത്ത ചാപ്റ്ററിലെ കാര്യം പറഞ്ഞാൽ ഓർക്കുമോ നമ്മൾ? അതായത് സ്വാഭാവികം, +1 എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചു തന്നിട്ട് +2ലേക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനല്ലേ നമ്മൾ നോക്കുള്ളൂ. സ്വാഭാവികം, എല്ലാവരും മറന്നു പോകണ കാര്യം അത്. ഇത് വലിയ കാര്യമില്ല. അതായത് ഒരു വസ്തു ഉണ്ടാവുന്നത് എങ്ങനെയാണ്? സെല്ലിൽ നിന്ന്. സെൽസ് കൂടി ചേർന്നിട്ട് അതെന്താവും? ടിഷ്യൂസാവും. ടിഷ്യൂസ് കൂടി ചേർന്നിട്ട് അതെന്താവും? ഓർഗനാവും. ഓർഗൻ കൂടി ചേർന്നിട്ട് അതെന്താവും? ഓർഗൻ സിസ്റ്റം ആവും. ഇങ്ങനെ ഒരു പരിപാടി പഠിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? ഏത് ചാപ്റ്ററിലാണ് പഠിച്ചത്? ബയോമോളിക്യൂൾസിലാണ്. എല്ലാവരും ഏറ്റവും പാടാന്ന് പറയുന്ന ചാപ്റ്റർ ആയിട്ടോ ആദ്യം എടുത്ത് പറഞ്ഞേക്കണേ. ആനിമൽ കിങ്ഡത്തിലാണ് നമ്മൾ അങ്ങനെ പഠിക്കണേ. സെല്ല് കൂടി ചേർന്ന് ടിഷ്യൂസ് ആവുന്നു, ടിഷ്യൂസ് കൂടി ചേർന്നിട്ട് ഓർഗൻ ആവുന്നു, ഓർഗൻ കൂടി ചേർന്നിട്ട് ഓർഗൻ സിസ്റ്റം എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് ഈ സെല്ലുലാർ ഓർഗനൈസേഷൻ ഒരു ക്യാരക്ടറായിട്ട് പറയാൻ പറ്റില്ലേ? ജീവനുള്ള വസ്തുവിൻ്റെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ എന്താണ്? സെല്ലുലാർ ഓർഗനൈസേഷൻ. ഏതൊക്കെ പറഞ്ഞു ഇപ്പോൾ? ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ. അടുത്തതാണ് കോൺഷ്യസ്നസ്. അടുത്ത ക്യാരക്ടർ എന്ന് വെച്ചാൽ ബോധം. ശരിയാ, നമുക്ക് എന്തിനേയും തിരിച്ചറിയാനുള്ളൊരു ബോധം നമ്മുടെ ഒരു ക്യാരക്ടറല്ലേ. ആ ബോധം ഇല്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്ക് എന്തിനെയാണെങ്കിലും തിരിച്ചറിയാനുള്ള ഒരു ബോധത്തിനെയാണ് കോൺഷ്യസ്നെസ്. ഇങ്ങനെ 5 ക്യാരക്ടറാണ് നമുക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഈ NCERT ഒക്കെ വായിക്കണ കൂട്ടത്തിലുള്ളവരാണോ? അല്ല, ഇന്ന് പോലും തുടങ്ങിക്കോ. നമ്മുടെ ബയോളജിയുടെ പ്രത്യേകത എന്താ? നീറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ പറഞ്ഞേ. ഇതിനു മുമ്പ് ഏതെങ്കിലും കോഴ്സുകൾ അറ്റൻഡ് ചെയ്തേക്കുന്ന ആളുകളാണോ ഇരിക്കുന്നത്? ലോങ് ടൈമിന് എന്തെങ്കിലും പോയിട്ടുള്ള ആൾക്കാരൊക്കെയാണോ നീറ്റിൻ്റെ? ഇത് ആദ്യമായിട്ട് വന്നിരിക്കണവരാണോ? എന്നാൽ കേട്ടോ, നീറ്റിന് ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണ് ഏത്? നമ്മുടെ ബയോളജി എന്ന് പറയും, ബോട്ടണിയും സുവോളജി. കാരണം എന്താണ്? ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്കില്ല. എങ്ങനെ വന്നാലും നമുക്ക് ഒന്ന് വേണമെങ്കിൽ മിസ്സ് പറയണത് ശരിയാണോ എന്ന് അറിയാൻ വേണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്ക്. നിങ്ങളിപ്പോൾ ഏകദേശം +2 +1 കവർ ചെയ്തിരിക്കുന്ന ആളുകളല്ലേ, നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്ത് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. ബയോളജി സുഖമായിട്ട് ഞാൻ പറയണു എല്ലാം നമുക്ക് പിള്ളേർ കഴിഞ്ഞ പ്രാവശ്യം എക്സാം കഴിഞ്ഞിട്ട് പറയാം, മിസ്സേ 1 മിനിറ്റ് പോലും വേണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ശരിക്കും നമ്മൾ അങ്ങനെയാണ്, നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുണ്ടല്ലോ. 1 മിനിറ്റും കൊണ്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റണം. അതാണ് അത്രയും നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പയർ ആയിട്ട് വരണം. പ്രിപ്പയർ ആവണമെങ്കിൽ എന്ത് വേണം? നമ്മൾ തരുന്ന നോട്ടുകളും ഇത് മാത്രം പോരാ, നമ്മുടെ NCERT നമ്മൾ പഠിച്ചിരിക്കണം. നീറ്റിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏത് ടെക്സ്റ്റാണ്? NCERT ടെക്സ്റ്റാണ്. എല്ലാവരുടെയും കയ്യിലുണ്ടോ? എനിക്കറിയാം ആരും തന്നെ ബയോളജിയുടെ ടെക്സ്റ്റൊന്നും ഒരുപാടൊന്നും, ബയോളജി പിന്നെയും തുറന്നു നോക്കാം, ഫിസിക്സും അങ്ങനെ കെമിസ്ട്രി ഒന്നും ചിലപ്പോൾ കെമിസ്ട്രി നോക്കാം, ഫിസിക്സ് മാത്സ് ഒന്നും ചിലപ്പോൾ തുറന്നു നോക്കിയിട്ടുണ്ടാവില്ല. അങ്ങനെയല്ല, നമ്മളിപ്പോൾ ഒരു ദിവസം 3 ചാപ്റ്റർ നമ്മൾ കവർ ചെയ്യുമല്ലോ. അപ്പോൾ നിങ്ങൾ NCERTയും കൂടി ഒന്ന് വായിച്ച് പോകണം. ഇതെല്ലാം പുതിയ ടെക്സ്റ്റുകളല്ലേ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന NCERTയുടെ? ഉണ്ടോ? സാധനം ഉണ്ടോ? അതോ വിറ്റോ? ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക കേട്ടോ, വളരെ ഉപകാരമായിരിക്കും കാര്യങ്ങൾ. നമ്മൾ കുറച്ചൊന്ന് പറഞ്ഞുകൂടെ തരുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തുള്ള കാര്യങ്ങൾ പെട്ടെന്ന് അബ്സോർബ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ 5 ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ NCERTയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി നിങ്ങളുടെ മെറ്റീരിയലിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ
നോക്കിക്കേ, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിക് ഫങ്ഷൻസ്, സെല്ലുലാർ ഓർഗനൈസേഷൻ, മൂവ്മെന്റ് ആൻഡ് ലോക്കോമോഷൻ. ശരിയല്ലേ? ഒരു ജീവനുള്ള വസ്തുവാണെങ്കിൽ അത് എന്ത് ചെയ്യാം? മൂവ് ചെയ്യണം, ഇല്ലേ? ലോക്കോമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം സംഭവം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ അഡാപ്റ്റേഷൻ. എന്താ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സർവൈവ് ചെയ്യാൻ പറ്റുക, ആ രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യുക പറയുന്നത്? അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അടുത്ത റെസ്പിറേഷൻ, ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. പിന്നെയോ ഹോമിയോസ്റ്റാസിസ്. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത്, മെയിൻ്റനൻസ് ഓഫ് ഹോമിയോസ്റ്റാസിസ് ഇൻ ദ ബോഡി എന്ന് വെച്ചാൽ എന്താ ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഞാൻ പറഞ്ഞു, നമ്മുടെ ബോഡിയിൽ ഒരുപാട് തരത്തിലുള്ള പ്രോസസ്സ് നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്, അല്ലേ? നമ്മളിപ്പോൾ ഈ നടക്കും ഇരിക്കും ഒക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ എന്താണ്? ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം, അതായത് നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ബോഡിയുടെ ഉള്ളിൽ ഡൈജഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നുണ്ട് ഇപ്പോൾ. കാരണം എന്താണ്? ഓൾറെഡി ഞാൻ ഫുഡ് കഴിച്ചേക്കുന്നതാണ്, അതുകൊണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കാൻ, ഇപ്പോൾ നടക്കുക ഓടുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന പ്രോസസ്സിങ് ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന പ്രോസസ്സിനാണ് ശരിക്കും ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. അറിയാമോ കാര്യം? വാക്ക് കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക്? ഹോമിയോസ്റ്റാസിസിന് ഡെഫിനേഷനായിട്ട് എന്തെങ്കിലും വേണോ നിങ്ങൾക്ക്? എന്നാ എല്ലാവരും ഇങ്ങനെ എന്തോ പോലെ ഇരിക്കണേ? ഇഷ്ടപ്പെട്ടില്ല എന്നെ? അത് കാരണം കൊണ്ടാണോ? സംഭവം പറയണ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഒന്നൊന്ന് ആക്റ്റീവായിട്ടിരിക്കും പിള്ളേരെ. ഞാൻ പറഞ്ഞു മസിൽ പിടിച്ചിരിക്കണ്ട, നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുക. മസിൽ പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഉറക്കം വരിക. അങ്ങനെയുള്ള പരിപാടികൾ നമ്മൾ എന്താണ് ഇഷ്ടപ്പെട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് ക്ഷീണം വരില്ല, നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. ഒരു ലക്ഷ്യത്തോടു കൂടി വന്നിരിക്കുന്നവരല്ലേ എല്ലാവരും, അല്ലേ? അപ്പോൾ നമുക്ക് അതിന് എത്താനായിട്ട് എന്ത് വേണം? നമ്മൾ ആ സംഭവത്തിനെ ഇഷ്ടപ്പെടണം. നിങ്ങളെല്ലാവരും പരസ്പരം അറിയാവുന്ന ആൾക്കാരാണോ? ആണോ? ആദ്യത്തെ ക്ലാസ്സിൽ വന്ന ഒരാളല്ലേ ഉള്ളൂ, ബാക്കി എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ വന്നതല്ലേ? എന്നിട്ട് ആരും പരിചയപ്പെട്ടില്ല? ഇത്രയും പേരുണ്ടായിട്ടും പരിചയപ്പെട്ട് നല്ല ജോലിയായിട്ടിരിക്കുക കേട്ടോ. ജോലിയായിട്ടിരുന്നാൽ മാത്രം പോരാ, എന്തും കൂടി വേണം അതിൻ്റെ കൂടെ. പഠിത്തം എന്ന് പറഞ്ഞൊരു സംഗതിയുടെ ഇന്ന് ഏതെങ്കിലും എക്സാം ഉണ്ടോ? ഇല്ലേ? അപ്പോൾ ഗ്രൂപ്പിൽ ആരുമില്ല? ഗ്രൂപ്പില്ലേ? ഗ്രൂപ്പിലപ്പോൾ എക്സാമിൻ്റെ കാര്യമൊന്നും വന്നിട്ടില്ലേ? എന്നിട്ടാണോ എക്സാം ഉണ്ടോ എന്ന് ചോദിച്ചേ? കഴിഞ്ഞ ക്ലാസ്സിൽ വന്നേക്കണവർ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാം പഠിച്ചിട്ടാണോ വന്നേക്കണേ? അത് ഇനിയിപ്പോൾ അതിൻ്റെ ടെൻഷനാണോ? ഉച്ച കഴിഞ്ഞ് എക്സാം ഉണ്ടല്ലോ, 3 മണി വരെ ക്ലാസ് കഴിഞ്ഞാൽ 3 to 3:30 ആണോ എക്സാം വരുന്നത്? ഇത്രയും നേരം ഉണ്ടല്ലോ എന്ന് ഓർത്താണോ ഈ വിഷമിച്ചിരിക്കണേ? ആ ഒരു വിഷമം വേണ്ട. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിച്ച് പിറ്റേ ദിവസം എക്സാം എഴുതുക കേട്ടോ, നല്ല രീതിയിൽ. ഇത്രയും ദിവസം കൊണ്ട് നിങ്ങളെക്കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പം നമ്മൾ എത്ര നന്നായിട്ട് പഠിച്ചാലും നമുക്കൊരു എന്താണ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ചിലപ്പോൾ എക്സാം ടഫായിരിക്കാം, എളുപ്പമായിരിക്കാം, ഇല്ലേ? റാങ്ക് ലിസ്റ്റ് കയറാതിരിക്കുക. എന്നാലും നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ചെയ്യുക കേട്ടല്ലോ. ഓക്കെ, ഓർക്കാൻ വേണ്ട എനിപ്പിച്ചിരുത്തണോ? പിന്നെ അടുത്തൊരു കാര്യമാണ്, നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്നതാണ് ഏജിങ്. എന്നാ ഏജിങ് എന്ന് പറഞ്ഞാൽ? വയസ്സാവുക അല്ലേ? ഇപ്പോഴും കേൾക്കാം ആൻറ്റി ഏജിങ് ക്രീം അല്ലേ? ഏജിങ് ഇപ്പൊക്കെ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഏജിങ് എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ? അതും ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യും? ഉൾപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല? അപ്പോൾ റഫ് നോട്ടായിട്ട് എഴുതി പോകണ്ടോ പെട്ടെന്ന്? വേണമെങ്കിൽ ഇത് പോയിൻ്റായിട്ട് മാത്രം വേണമെങ്കിൽ എഴുതി വെച്ചോ. മെയിൻ ക്യാരക്ടേഴ്സ് എഴുതി വെച്ചോ. എഴുതാവുന്നവർ മാത്രം എഴുതിയാൽ മതി. ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ, കോൺഷ്യസ്നസ്. ഞാൻ ഇന്ന് ഇത്രയും നേരമായിട്ട് ഇവിടെ ക്ലാസ് എടുത്തു. എൻ്റെ പേരെന്നാന്ന് ആരും ചോദിക്കാത്തതിൻ്റെ ഞാനത് പറയാനും മറന്നുപോയി. അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല, അതാണ് കാര്യം. ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ, കോൺഷ്യസ്നസ്. എഴുതിയോ? ഇത്രയും ക്യാരക്ടേഴ്സ് ഇപ്പോൾ ഉണ്ട്, അല്ലെങ്കിൽ പണ്ട് പഠിച്ചത് ഒന്നോ ഏകദേശം കിട്ടിയോ?
എന്നതാ ഞാൻ ഈ 5 എണ്ണം പറഞ്ഞത്? ഒരു ലിവിങ് ഓർഗാനിസം ആണെങ്കിൽ അതിന് വരുന്ന ഫീച്ചേഴ്സ് ആണ് പറഞ്ഞത്, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നിങ്ങളുടെ ആ മെറ്റീരിയലിലൂടെ വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടൂലോ? കിട്ടുമോ? ഓക്കെ, ഇച്ചിരി സ്പീഡിന് പോണേ. 11 മണിയാകുമ്പോഴത്തേനും ഒരു ചാപ്റ്റർ തീരണം. ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, അത് കാരണം കൊണ്ടിട്ട്. ഇതിനകത്ത് പിന്നെ എത്ര സ്പീഡിന് പോയാലും പറയാൻ ഒരുപാടൊന്നുമില്ല ലിവിങ് വേൾഡ് ആയതുകൊണ്ട്. പക്ഷെ രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ രണ്ടുപേരും ഒപ്പം ഓടിയാലാണ് ഞാൻ ഓടിയെത്തുള്ളൂ. കാരണം ആനിമൽ കിങ്ഡം ആണ് കേട്ടോ. എൻ്റെ കൂടെ ഒന്ന് ഓടാൻ കൂടുമല്ലോ. ഇനി അടുത്തത് ചുമ്മാ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ. ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ് എന്ന് പറഞ്ഞൊരു പോർഷനാണ് വരുന്നത്. ഡൈവേഴ്സിറ്റി എന്നാ? ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങൾ അല്ലേ? ബയോഡൈവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ +2 ഒരു ചാപ്റ്ററൊക്കെ? ഇത് തന്നെ ഇന്നത്തെ ഈ ലോകത്ത് എന്തുമാത്രം പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. ഇതിനകത്ത് മെയിനായിട്ടൊരു പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഇന്ന് ഈ അറിയപ്പെടുന്നതിൽ വെച്ച് ഏകദേശം, അതായത് നമ്മുടെ ഡൈവേഴ്സിറ്റിയുടെ ഒരു കണക്ക് പറയുന്നുണ്ട് നിങ്ങളുടെ NCERT-യിൽ. 1.7 to 1.8 മില്യൺ സ്പീഷീസിനെ വരെ ഇപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഏകദേശം എത്ര സ്പീഷീസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തുമാത്രം ഡൈവേഴ്സിറ്റി ഉണ്ട് എന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തെന്ന് ചോദിച്ചാൽ അതിനൊരു കണക്കുണ്ട്. എത്രയാണ്? 1.7 to 1.8 മില്യൺ സ്പീഷീസിനെ വരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. നീറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ മക്കൾ, അത് മറന്നു പോകരുത്, നോട്ട് ചെയ്ത് വെച്ചോളുക. 1.7 to 1.8 മില്യൺ സ്പീഷീസ്. കിട്ടിയില്ലോ? അപ്പോൾ സ്പീഷീസ്, അത്രയും സ്പീഷീസിനെയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി വെറുതെ ഒരു സ്പീഷീസിനെ കണ്ടുപിടിച്ചാൽ പറ്റുമോ? അതിന് നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആദ്യം അതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിന് എന്ത് കൊടുക്കാം? നമുക്ക് നെയിമിങ് എന്ന് പറയുന്ന പരിപാടിയുണ്ട്. നെയിമിങ്ങിന് എന്തെന്നാ പറയുന്നത്? നോമൻക്ലേച്ചർ എന്ന് കേട്ടിട്ടില്ലേ? ഈ നോമൻക്ലേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ പേര് കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ കേട്ടിട്ടുണ്ടോ? ഓർത്ത് വരാം. അതിനുശേഷം അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുക, നമ്മൾ പേര് കൊടുക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? നമ്മളതിനെ പല ഗ്രൂപ്പിലായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്തൊക്കെ ഓരോ ഗ്രൂപ്പിനെ തന്നെ അല്ലേ. ഇപ്പോൾ നമ്മൾ ഇൻസെക്റ്റ് അല്ലെങ്കിൽ ഉറുമ്പുകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, ഉറുമ്പെന്ന് പേരും കൊടുത്തു. അതിനുശേഷം അതിന് നമുക്ക് എന്ത് ചെയ്യാം? വലുത് ചെറുത് എന്ന രീതിയിൽ നമുക്ക് അതിന് എന്ത് ചെയ്യാം? ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഈ നെയിമിങ്ങും ഐഡൻറ്റിഫിക്കേഷനും ക്ലാസിഫിക്കേഷനും എല്ലാവരുടെയും പൊതുവായിട്ട് നമ്മളൊരു പേര് പറയും, ടാക്സോണമി. കേട്ടിട്ടുണ്ടോ ടാക്സോണമി എന്ന്? ഇപ്പം എന്താ ടാക്സോണമി എന്ന് ചോദിച്ചാൽ അറിയാലോ. എന്താണ് അതിൻ്റെ അകത്ത് എന്തൊക്കെ വരും? ഒരു ഓർഗാനിസത്തിനെ കണ്ടാൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, അതിൻ്റെ പേരുകൾ കൊടുക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ് ഈ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞ പരിപാടി. ബൈനോമിയൽ നോമൻക്ലേച്ചർ, ദ്വിനാമ പദ്ധതി എന്ന് പറയും. എന്താ ഇനി അതാരാ കണ്ടുപിടിച്ചേ? പറഞ്ഞേ. ബൈനോമിയൽ നോമൻക്ലേച്ചർ കേട്ടിട്ടുണ്ട്. ആരാണ്? നമ്മുടെ ലിനേയസ് എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കാൾ ലിനേയസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താ സംഭവം? ആ പറഞ്ഞ ആളാണ് ഇത് കണ്ടുപിടിച്ചത്. സയൻറ്റിഫിക് നെയിം എന്ന് കേട്ടിട്ടുണ്ടോ? റെക്കോർഡൊക്കെ എഴുതി അല്ലേ, പ്രാക്ടിക്കലിൻ്റെ എക്സാമിനൊക്കെ പഠിച്ചിരിക്കണല്ലേ? അന്നേരം പഠിച്ചില്ലേ സയൻറ്റിഫിക് നെയിംസ്? എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്തിൻ്റെയൊക്കെയെങ്കിലും പഠിച്ചിട്ടില്ലേ സയൻറ്റിഫിക് നെയിംസൊക്കെ? ഈ സയൻറ്റിഫിക് നെയിം എങ്ങനെയാണ് വന്നേ? ചുമ്മാ വന്നതാണോ? ഒരു സാധനത്തിനെ കണ്ടിട്ട്, മാങ്ങേനെ കണ്ടിട്ട് മാഞ്ചിഫറ ഇൻഡിക്കാന്ന് നമുക്ക് ഇന്ന് വിളിക്കണമെങ്കിൽ അതിന് പുറകെ ഒരാളുണ്ട് അല്ലേ? ഇതെങ്ങനെയാണ് ഈ സയൻറ്റിഫിക് നെയിം വന്നത്? എന്തൊക്കെ ചേർന്നതാണ് ഒരു സയൻറ്റിഫിക് നെയിം എന്ന് പറഞ്ഞാൽ? ജീനസ് നെയിമും സ്പീഷീസ് നെയിമോടെയും ചേരുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഇത് കണ്ടുപിടിച്ച ആളാണ്. അതായത് രണ്ട് പേരുകൾ കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞ പരിപാടിയാണ് ഏത്? ബൈനോമിയൽ നോമൻക്ലേച്ചർ. ആരാണ് പ്രപ്പോസ് ചെയ്തത്? കാൾ ലിനേയസ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ? ഇനി ഈ സയൻറ്റിഫിക് നെയിമിലേക്ക് എത്താൻ കുറച്ച് റൂൾസ് ഉണ്ട്. എന്തൊക്കെയായിരിക്കും ആ റൂൾസ്? ഒരു സയൻറ്റിഫിക് നെയിം നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം?
പറഞ്ഞേ, നിങ്ങൾ പറയണതിൻ്റെ അനുസരിച്ച് ഞാനിവിടെ എഴുതിക്കോളാം. പറഞ്ഞേ, ആദ്യം ഒരു സയൻറ്റിഫിക് നെയിം പറ, ഏതിൻ്റെയെങ്കിലും ഒന്നിൻ്റെ അറിയില്ലേ? ഹോമോസാപ്പിയൻസ് അല്ലേ? എങ്ങനെ നമ്മൾ എഴുതും? എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? ഹോമോ സാപ്പിയൻസ് എന്ന് ഞാൻ എഴുതി അല്ലേ? അപ്പോൾ ഇതൊരു സയൻറ്റിഫിക് നെയിമാണ്, ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് നെയിം എന്ത് നെയിം ആയിരിക്കും? ജീനസ് നെയിം. സെക്കൻഡ് നെയിമോ? സ്പീഷ്യസ് നെയിം. രണ്ട് കാര്യം കിട്ടിയോ? അപ്പോൾ അതാണ് ഫസ്റ്റ് കാര്യം കേട്ടോ. ഫസ്റ്റ് യൂണിവേഴ്സൽ റൂൾ എന്ന് പറയുന്നത് അതാണ്. ഒരു സയൻറ്റിഫിക് നെയിം എഴുതുമ്പോൾ ആദ്യം ജീനസ് നെയിമും രണ്ടാമത് സ്പീഷ്യസ് നെയിം എഴുതുക. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ജീനസ് നെയിം എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലും സ്പീഷ്യസ് നെയിം എപ്പോഴും എന്തിലും സ്റ്റാർട്ട് ചെയ്യണം? സ്മോൾ ലെറ്ററിലും സ്റ്റാർട്ട് ചെയ്യണം. കിട്ടിയോ? മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിൽ നോക്കിക്കേ, ഒരൊറ്റ വര അങ്ങോട്ട് വരച്ചു. അങ്ങനെ വരയ്ക്കാമോ? രണ്ട് നെയിമും രണ്ടായിട്ട് മാത്രമേ എന്ത് ചെയ്യാമോളൂ? അണ്ടർലൈൻ ചെയ്യാമോളൂ. അതിൻ്റെ ഇടയ്ക്ക് കുത്ത് കോമ പരിപാടികളൊന്നും നടത്തരുത്. ഹോമ കഴിഞ്ഞൊരു കുത്തിട്ടിട്ട് സാപ്പിയൻസ് എഴുതരുത്, തെറ്റാണ്. ആ രീതിയിലൊന്നും നമ്മൾ ഒരിക്കലും സയൻറ്റിഫിക് നെയിം എഴുതില്ല. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? ഇപ്പോൾ ഏകദേശം റൂളുകൾ കിട്ടിയല്ലോ. ഇനി നമ്മൾ പറഞ്ഞു ലിനേയസിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? ഇപ്പോൾ ഞാൻ മാഞ്ചിഫെറ ഇൻഡിക്ക സയൻറ്റിഫിക് നെയിം എഴുതി. അതിൻ്റെ താഴെയായിട്ട് ലിൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് എഴുതി. അതെന്നാ ഉദ്ദേശിക്കുന്നത്? കണ്ടുപിടിച്ച ആളുടെ പേര്, ഓദറിൻ്റെ പേരാണ് താഴെ കൊടുക്കുന്നത്. ഒരു ക്വസ്റ്റ്യനാണ് നീറ്റിൻ്റെ. അപ്പോൾ മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് പറഞ്ഞൊരു സയൻറ്റിഫിക് നെയിം കൊടുത്തിട്ട് ഇതിനകത്ത് ചിലപ്പോൾ അവർ ചോദിക്കും ഓദറിൻ്റെ നെയിം കൂടെ വന്നാൽ അതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ കുറേ പേരുകൾ കൊടുത്തിട്ട് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ടുള്ളത് ഏതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പ്രതീക്ഷിക്കാം, തെറ്റിക്കില്ലല്ലോ. സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ മാഞ്ചിഫെറ ഇൻഡിക്ക ലിൻ എന്ന് കൊടുത്താൽ അത് ആരാ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തോളാം. നമ്മൾ ഓദറിൻ്റെ പേരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തോളാം. കിട്ടിയോ? ഇത്രയാണ് മെയിനായിട്ട് എന്ത് വരുന്നത്, ഇതിൻ്റെ റൂൾസായിട്ട് വരുന്നത്. മനസ്സിലായോ? ക്ലിയറായോ ഞാൻ പറഞ്ഞ കാര്യം? ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഇനി ഈ നോമൻക്ലേച്ചറിൽ പ്ലാന്റ്സിനും ആനിമൽസിനും ഒരുമിച്ച് അല്ലെങ്കിൽ ഒരു അതോറിറ്റി ആയിട്ടല്ല അതിന് നെയിം കൊടുക്കുന്നത്. രണ്ടും രണ്ടാളുകളാണ്. പ്ലാന്റ്സിനാണെങ്കിൽ അതിന് പേര് കൊടുക്കുന്നതാണ് ആരാണ്? ICBNും ആനിമൽസിനാണെങ്കിൽ പേര് കൊടുക്കുന്നത് ICZNുമാണ്. ബാക്കിലേക്കാണോ ഇരിക്കുന്നത്? ഇവിടെ ഇരിക്കണമെങ്കിൽ ഇരുന്നോ. പുതിയ ആളുകളാണോ? പഴയ ആളുകളാണോ? പുതിയതാണോ? ആളുകളുടെ എണ്ണം കൂടി കൂടി വരുന്നുണ്ടല്ലേ? വരട്ടെ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? +1 ഒരു മിനിറ്റ് കേട്ടോ, നിങ്ങൾക്ക് ബോറടിക്കും കേൾക്കുമ്പോൾ. +1 സുവോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ദ ലിവിങ് വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കേട്ടോ. ചെറിയ ചാപ്റ്ററാണ്, നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ അല്ലേ? അതെ, അത്രേ ഉള്ളൂ അതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ നോമൻക്ലേച്ചർ പറഞ്ഞു, പ്ലാന്റ്സിനും ആനിമൽസിനും പേര് കൊടുക്കുന്നത് ആരൊക്കെയാണ് എന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ ഫുൾ ഫോം എന്നാ പിള്ളേരെ? ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഇന്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ആണ് പ്ലാന്റ്സിന് പേര് കൊടുക്കുന്നത്. ആനിമൽസിനാണെങ്കിലോ സെയിം തന്നെ, ബോട്ടണിക്കൽ സ്ഥാനത്ത് എന്ത് വരണം? സുവോളജി വരണമെന്ന് മാത്രം അല്ലേ? സുവോളജിക്കൽ എന്ന് ചോദിച്ചിട്ടുണ്ട് നീറ്റിന്. നോട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക, ഇമ്പോർട്ടൻ്റ് ആയാണ്. ഇതൊന്നും വന്ന ഈ ചാപ്റ്ററിൽ നിന്നൊന്നും ഒന്നും കളയാനായിട്ടില്ല കേട്ടല്ലോ.
ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും കിട്ടാവുന്ന രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ് ഇതൊക്കെ കേട്ടോ. ഇനി ഇത്രയും കഴിഞ്ഞ ഇതിൻ്റെ അകത്ത് പറയുന്ന മറ്റൊരു കാര്യമാണ് സിസ്റ്റമാറ്റിക്സ്. എന്താണ് മക്കളെ സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ? ടാക്സോണമി നമുക്ക് കിട്ടി. എന്താ ടാക്സോണമി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ പറയുമായിരുന്നു? ഐഡൻറ്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ അല്ലേ, ക്ലാസിഫിക്കേഷൻ, അങ്ങനെ ഉള്ള കാര്യങ്ങളായിരുന്നു ടാക്സോണമിയിൽ വരുന്നത്. അപ്പം അതിൻ്റെ കൂടെ വരുന്ന ഒരു സംഭവമാണ് ഈ സിസ്റ്റമാറ്റിക്സ്. എന്നാ അറിയോ? എവല്യൂഷണറി റിലേഷൻഷിപ്പാണ് സിസ്റ്റമാറ്റിക്സിൽ വരുന്നത്. എന്നാ എവല്യൂഷണറി റിലേഷൻഷിപ്പ്? എവല്യൂഷൻ എന്താണ്? എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ചാപ്റ്റർ എവല്യൂഷൻ അല്ലേ? അല്ലേ? ആണോ? എനിക്കിഷ്ടമാണ്. നല്ല മക്കൾ. എവല്യൂഷൻ, പ്രിൻസിപ്പിൾസ്, മോളിക്കുലാർ ബേസിസ്, ഇതിൻ്റെയൊക്കെ ആൾക്കാരാണോ നിങ്ങൾ? അങ്ങനെയാണ് ഞാനൊന്ന് പേടിക്കണമല്ലോ. അല്ല, ബയോമോളിക്യൂൾസ് അതോ? ഇതൊക്കെ എളുപ്പമുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാനീ പറഞ്ഞ ചാപ്റ്റേഴ്സൊക്കെ എളുപ്പമുള്ളവരാരെങ്കിലും ഉണ്ടോ? ഇഷ്ടമാണോ? എവല്യൂഷൻ ഇഷ്ടമാണോ? ജനറ്റിക്സ്, എവല്യൂഷൻ ഈ പറഞ്ഞതൊന്നും വേറെ ഇതുമായിട്ട് പറഞ്ഞല്ല, പൊതുവെ എല്ലാത്തിൽ നിന്നും കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് അത് അല്ലേ? ആണോ? അതെ, അത് കാരണം കൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അങ്ങനെയുള്ള ചിലർക്ക് എവല്യൂഷൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് പഠിക്കാൻ. അതേ ഞാൻ ചോദിച്ചാൽ എവല്യൂഷൻ ആർക്കെങ്കിലും ഇഷ്ടമുള്ളവരാണോ എന്ന്. ആണെങ്കിൽ നല്ല കാര്യം. കാരണം എന്താണ്, അത്രയും നമുക്ക് നല്ല രീതിയിൽ പഠിച്ചു പോരാനായിട്ട് പറ്റും. ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് പോകുന്നൊരു ഇതാണ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. എവല്യൂഷണറി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കൊരു പൂർവികൻ ഉണ്ടായിരുന്നു, അതാണ് ഈ സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അല്ലേ? നമ്മളിപ്പോൾ ഈ ഓരോ സാധനങ്ങൾ കണ്ടുപിടിച്ച് പേര് കൊടുത്തു ഇതൊക്കെ ചെയ്തു. അപ്പോൾ എന്താണ്, ആ സാധനങ്ങൾ ആദ്യമായിട്ട് പൊട്ടിമുളച്ചുണ്ടാവുന്നതായിരിക്കുമോ? അല്ല, അവർക്ക് മുമ്പ് ആരുണ്ടായിരുന്നു? അവർക്കൊരു പൂർവികരുണ്ടായിരുന്നു എന്ന് അറിയുന്ന ഒരു ശാസ്ത്രശാഖയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞു. കിട്ടിയോ? നിങ്ങളുടെ മെറ്റീരിയലിൽ ഒരു കോളത്തിലായിട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. സിസ്റ്റമാറ്റിക്സും ടാക്സോണമിയും ജസ്റ്റ് വായിച്ചിരിക്കുക. എന്താണ്? എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസം. ഓരോ ഓർഗാനിസംസ് തമ്മിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സിസ്റ്റമാറ്റിക്സിൽ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഇപ്പം ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലോ. സിസ്റ്റമാറ്റിക്സ് ഒക്കെ ശരിക്കും ഡിലീഷൻ എന്ന് പറഞ്ഞൊരു ഭാഗത്തിലേക്ക് വന്നതായിരുന്നു ഇതെല്ലാം. പക്ഷേ ലിനേയസിൻ്റെ ഒരു പബ്ലിക്കേഷൻ വരുന്നുണ്ട്, അതിൻ്റെ അത് സിസ്റ്റമാറ്റിക്സിൻ്റെ ഒരു ഇച്ചിരി പേര് പറയുന്നുണ്ട്. അത് കാരണം കൊണ്ടാണ് സിസ്റ്റമാറ്റിക്സ് ശരിക്കും പറയുന്നത് കേട്ടോ. എന്താണെന്നറിയോ അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷൻ്റെ പേര്? അതും നോട്ട് ചെയ്ത് വയ്ക്കുക. സിസ്റ്റമ നാച്ചുറേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പബ്ലിക്കേഷനാണ്. നമ്മുടെ ലിനേയസിൻ്റെ പബ്ലിക്കേഷൻ്റെ പേരാണ് സിസ്റ്റമ നാച്ചുറേ. അതായത് ലെക്ചർ നോട്ടായിട്ട് എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാം. ഇതെല്ലാം മെറ്റീരിയലിലുള്ള കാര്യങ്ങളാണ് പറയുന്നുള്ളൂ കേട്ടോ. മെറ്റീരിയലിൽ എപ്പോഴും ഷോർട്ടായിട്ടാണ് കാര്യങ്ങളുള്ളൂ. അറിയാലോ, നമ്മുടെ ക്രാഷ് കോഴ്സാണ്. NCERT ടെക്സ്റ്റുകൾ നന്നായിട്ട് വായിച്ചിരിക്കുക കേട്ടോ. ഇത്രയും കിട്ടിയോ? ഇപ്പോൾ രാവിലെ മുതൽ കുറേ നേരം ഞാൻ ഇന്ന് പ്രസംഗിക്കുകയല്ലേ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞേ? പറയൂ. ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് പറഞ്ഞ ഇടപാടൊക്കെ എന്നാലേ. ഇത്രയും ദിവസം ക്ലാസ്സിലിരുന്ന് മുഷിച്ച് വന്നേക്കണ ആൾക്കാരല്ലേ നിങ്ങളൊക്കെ. എന്തൊക്കെ പഠിച്ചു നമ്മൾ? ഇപ്പോൾ ഈ വന്നേക്കുന്ന 2 പേർക്ക് വേണ്ടിയിട്ടൊന്നൊന്ന് ഓർമ്മപ്പെടുത്തിക്കേ. എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഒരു ലിവിങ് ഓർഗാനിസത്തിന് കുറച്ച് ഫീച്ചേഴ്സ് പറഞ്ഞു ആദ്യം അല്ലേ? ഒരു 5 പോയിന്റുകൾ പറഞ്ഞു. വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ +1 പഠിക്കുമ്പോൾ ചിലപ്പോൾ ഓർക്കണ്ടോയെന്ന് അറിയില്ല. ഗ്രോത്തിൻ്റെ ട്വിൻ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടോ? ട്വിൻ ക്യാരക്ടേഴ്സ് 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റിനൊക്കെ 1 മാർക്ക് ക്വസ്റ്റിനായിട്ട് വരാറുണ്ട്. ഏതൊക്കെയാണ് ഗ്രോത്തിൻ്റെ ട്വിൻ ക്യാരക്ടേഴ്സ്? ടോട്ടൽ മാസ്, ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത്. NCERT വായിക്കുമ്പോൾ കിട്ടും. ഞാൻ ചുമ്മാ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ.
അത്രയും കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മുടെ ഈ ടാക്സോണമി സിസ്റ്റമാറ്റിക്സും ആണ് ഞാൻ പറഞ്ഞു നിർത്തിയത് കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളുക. ഇന്നല്ല, ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴാണെങ്കിൽ ചോദിക്കുക കേട്ടോ, കിട്ടിയില്ലെങ്കിൽ. അതെല്ലാവർക്കും ബാധകമാണ്. അടുത്തത്, അതായത് നമ്മുടെ ലാസ്റ്റ് പോർഷനിലേക്ക് എത്തുകയാണ്. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ. ടാക്സോണമിക് കാറ്റഗറീസ് കേട്ടിട്ടുണ്ടോ? കാറ്റഗറീസ് കേട്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞേ. എന്നായിരുന്നു? അഹല്യ. ഫുൾ നെയിം പറഞ്ഞാടാ? ഗ്രേസ്. ഇപ്പം എനിക്ക് ഓർക്കട്ടെ. എന്തൊക്കെയായിരുന്നു കാറ്റഗറീസ്? ഞാനിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ കൂടെ പറയും. സ്പീഷ്യസ്, ജീനസ്, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഇത്രയാണ് ഓർഡർ. ആ ഓർഡർ എപ്പോഴും നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ ബൈ ഹാർട്ട് പഠിക്കുക. ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു നോക്കിയേ. സ്പീഷ്യസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഫൈലത്തിന് നമ്മൾ വേറൊരു പേരും വെച്ച് റെപ്രസെൻ്റ് ചെയ്യും, ഡിവിഷൻ എന്നും കൂടി പറയും. ഈ ഓർഡർ പഠിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതിൻ്റെ അകത്ത് വരുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കുകയാണ് ഓർഡറിൻ്റെ ജീനസിൻ്റെ ഇടയ്ക്കുള്ള ആരാന്ന് ചോദിക്കും. ഇൻ ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. ആരായിരിക്കും ഓർഡറിൻ്റെയും ജീനസിൻ്റെ ഇടയ്ക്കുള്ളത്? നമ്മുടെ ഫാമിലി. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അത് കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഓർഡർ കറക്റ്റായിട്ട് പഠിക്കണം. ഒന്ന് എഴുതി നോക്കിയാലോ നമുക്ക്? ചുമ്മാ ജസ്റ്റ് ആ ബുക്കിലേക്ക് ഒന്ന് എഴുതിക്കോ, അപ്പോൾ തന്നെ അത് പഠിച്ചോളും. എഴുതിക്കോ. എങ്ങനെ എഴുതണേ? അത് കൈ കൊണ്ടെന്ന് പറയൂലേ? അപ്പം കിങ്ഡം, ഫൈലം or division, class, order, family, genus, species. ആ രീതിയിലാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഇതിനിങ്ങനെ ആരോ മാർക്ക് ഇട്ടിട്ട് മേളിലേക്ക് എഴുതിയേക്കണേ? താഴത്തേക്ക് എഴുതാൻ പാടില്ലാന്ന് എന്തേ? ഞാൻ ചോദിച്ച ക്വസ്റ്റ്യനൊന്ന് ആൻസർ പറഞ്ഞാൽ, അല്ലെങ്കിൽ എഴുതി കഴിയും എന്നിട്ട് പറ. മറിച്ച് പിടിക്കേണ്ട, നമുക്ക് കംഫർട്ടായിട്ടുള്ള ഏത് രീതിയിലാണോ ആ രീതിയിൽ നമ്മൾ എഴുതിയാൽ മതി കേട്ടല്ലോ. ഇനി മാക്സിമം 9:30 എന്നുള്ള ഒരു ടൈം കീപ്പ് ചെയ്യാൻ നോക്കുക കേട്ടോ. അല്ല, നമുക്ക് ബയോളജി ആകുമ്പോൾ അത്രയും പ്രശ്നമില്ല. ഫിസിക്സ് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ വരുമ്പോൾ അല്ലേ, നിങ്ങൾക്കറിയാലോ പ്രോബ്ലം ഒക്കെ ഇങ്ങനെ നിങ്ങൾ ഡിങ് 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 എന്ന് ചെയ്തു പോകുമായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ കേട്ടോ മാക്സിമം എല്ലാവരും നേരത്തെ എത്താൻ നോക്കും. എഴുതിയോ? ഇനി ഞാൻ ചോദിച്ചതിന് ആൻസർ പറ. എന്തുകൊണ്ടാണ് അന്ന് മേളിൽ നിന്ന് താഴത്തേക്ക് ആരോ മാർക്കിട്ട് എഴുതാൻ പാടില്ലായിരുന്നോ? എഴുതാൻ പാടില്ല. എന്താണ് റീസൺ? എന്നാ മക്കളെ റീസൺ? അതിൻ്റെ ഈ ഹൈറാർക്കിയൽ ഓർഡർ എന്നാണ് ഇതിന് പറയുന്നത്. അതായത് ഇത് അസെൻഡിങ് ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ രീതിയിലാണ് നമുക്ക് NCERT-യിലൊക്കെ തന്നിരിക്കുന്നത്. എന്തായിരിക്കും ഈ സ്പീഷീസ് എന്ന് പറഞ്ഞ സാധനം കൂടി ചേർന്നാലല്ലേ അതിൻ്റെ തൊട്ട് മേളിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ? ശരിക്ക് ഒരു ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനാണ്, റിയൽ ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഏതാണെന്ന് ചോദിക്കും.
ഏതാണ്? സ്പീഷ്യസ് ആണ് അല്ലേ? സ്പീഷ്യസ് കൂടി ചേർന്നാലാണ് എന്താവുള്ളൂ? ഒരു ജീനസ് ആവുള്ളൂ. ജീനസ് കൂടി ചേർന്നാൽ അതൊരു ഫാമിലി ആവുന്നു. ഫാമിലി കൂടി ചേർന്നാൽ എന്താകുന്നു? ഓർഡർ ആകുന്നു, ക്ലാസ് ആകുന്നു, ഫൈലം ആകുന്നു. ഏറ്റവും മേളിൽ ആര് വരും? കിങ് വരും അല്ലേ? കിങ്ഡം വരും. അപ്പോൾ ചോദിക്കാറുണ്ട് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഏതാണ്, ഏറ്റവും ഹയസ്റ്റ് ഏതാന്ന്? ഹയസ്റ്റ് ചോദിച്ചാൽ ഏതാണെന്നറിയാലോ? കിങ്ഡവും. ഏറ്റവും താഴെ വരുന്ന ആൾ ആരാണ്? നമ്മുടെ സ്പീഷ്യസുമാണ് വരുന്നത്. ക്ലിയർ ആയോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ വരുന്നുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം കേട്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് മെയിനായിട്ടും ചോദിക്കാനിടയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സ്പീഷ്യസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇൻ ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. കിട്ടിയില്ല? ഇനി നമുക്ക് ഓരോന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഒരു സ്പീഷ്യസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ഒരു സ്പീഷ്യസ് ഇപ്പോൾ നമ്മൾ ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞു. ഏതാ അതിൻ്റെ അകത്ത് സ്പീഷ്യസ്? ഹോമോയാണോ സാപ്പിയൻസ് ആണോ സ്പീഷ്യസ്? സാപ്പിയൻസ്. കിട്ടിയല്ലോ. അപ്പോൾ സ്പീഷ്യസിന് എക്സാമ്പിൾ പറയുമ്പോൾ കിട്ടുമല്ലോ. രണ്ടാമത് കൊടുത്തേക്കുന്ന പേരായിരിക്കും എപ്പോഴും സ്പീഷ്യസ് എന്ന് പറയും. മാഞ്ചിഫെറ ഇൻഡിക്ക. ആരാണ്? ഇൻഡിക്ക എന്ന് പറയുന്നത്. അങ്ങനെ അതേപോലെ തന്നെ വരുന്നതാണ് നമ്മുടെ പാന്തേറ ലിയോ. നിങ്ങളുടെ ടെക്സ്റ്റിലും അല്ലെങ്കിൽ മെറ്റീരിയലിലും ഒക്കെ അതിന് എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്, നോക്കണം കേട്ടല്ലോ. അതാണ് സ്പീഷ്യസ്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് അത് ഓർത്തിരുന്നോളണം. ദ ലോവസ്റ്റ് ടാക്സോണമിക് കാറ്റഗറി എന്ന് പറയുന്ന ഏതാണ്? സ്പീഷ്യസ് ആണെന്നുള്ള കാര്യവും അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിച്ചോളുക കേട്ടല്ലോ. പിന്നെ 1-2 എക്സാമ്പിളുകളും അത് വായിച്ച് കഴിയുമ്പോൾ കിട്ടും. പാന്തേറ ലിയോ, മാഞ്ചിഫെറ ഇൻഡിക്ക, പിന്നെ നമ്മുടെ സൊലാനം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം നോക്കിക്കൊള്ളണം. രണ്ടാമത്താണ് നമ്മുടെ ജീനസ്. അപ്പോൾ ജീനസ് ഏതായിരിക്കും? ഹോമോസാപ്പിയൻസിൽ ആരാണ്? ഹോമോ. പാന്തേറ ലിയോ എന്ന് പറഞ്ഞാൽ എന്താ? പാന്തേറ ലിയോ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? പുലിയ, ലയൺ. അപ്പോൾ ടൈഗറിൻ്റെ വരുമ്പോൾ എങ്ങനെ വരും? പറയൂ. പാന്തേറ ടൈഗ്രീസ് എന്നുള്ള രീതിയിൽ വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതാണ് നമ്മുടെ ജീനസ് നെയിമായിട്ട് വരുന്നത്? പാന്തേറ എന്നുള്ളതാണ്. കിട്ടിയല്ലോ. അപ്പോൾ എന്തെല്ലാം കൂടി ചേർന്നിട്ടായിരിക്കും ഒരു ജീനസ് ആവുന്നത്? എപ്പോഴും സ്പീഷ്യസുകൾ കൂടി ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഒരു ജീനസ് ഫോം ചെയ്യുന്നത്. കിട്ടിയോ? ഉറക്കമെൻ്റോ? ഉറക്കമെൻ്റ് വേണി ഇച്ചിരി വെള്ളം കുടിച്ചിട്ടിരുന്നു, അപ്പോൾ ഉറക്കം അങ്ങോട്ട് പോകും. അടുത്തത് ഫാമിലി. പറഞ്ഞേ, ഒരു ഫാമിലിക്ക് എക്സാമ്പിൾ പറഞ്ഞേ. ഞാൻ പറഞ്ഞു പാന്തേറ ലിയോ അല്ലെങ്കിൽ പാന്തേറ ടൈഗ്രീസ് എന്നൊക്കെ പറഞ്ഞു അല്ലേ? പാന്തേറ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീനസ് നെയിമാന്ന് പറഞ്ഞു ഇല്ലേ? പക്ഷേ ഈ പാന്തേറ എന്ന് പറയുന്നതിൽ ഒരുപാട് ആൾക്കാർ ഉൾപ്പെടും. ആരൊക്കെ ഉൾപ്പെടും അതിൻ്റെ അകത്ത്? നമ്മുടെ ലയൺ ഉൾപ്പെടും, ടൈഗർ ഉൾപ്പെടും അല്ലേ? നമ്മുടെ ലിയോപാഡ് ഉൾപ്പെടും. അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം ഉൾപ്പെടുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഒരു ഫാമിലി. നിങ്ങളിപ്പോൾ കേട്ടിട്ടില്ലേ, നമ്മൾ ഇന്നൊരു വീട്ടുപേരിൽ ഒരാളായിരിക്കും ഉണ്ടാവുള്ളൂ? അല്ല, ഒരുപാട് പേരുണ്ടാവില്ലേ? ചിലപ്പോൾ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉള്ള ഇതില്ലേ? ആ രീതിയിൽ തന്നെ വരുന്നതാണ് ഏത്? നമ്മുടെ ഈ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ അതറിയണമെങ്കിൽ മെറ്റീരിയലോ അല്ലെങ്കിൽ ടെക്സ്റ്റോ വായിച്ച് നോക്കണം. മനസ്സിലായല്ലോ എന്താണ് ഫാമിലി എന്ന് പറയാം? അപ്പോൾ പാന്തേറ എന്ന് പറഞ്ഞ ഫാമിലിയിൽ ലയണോ ടൈഗറോ മാത്രമല്ല ഉൾപ്പെടുള്ളൂ. വേറെ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? പറഞ്ഞേ. ലയണ്, ടൈഗർ, ലിയോപാഡ് ഒപ്പം എല്ലാം ഉൾപ്പെടും ഈ ഫാമിലി എന്ന് പറയാം. അല്ലെങ്കിൽ ഏതിൻ്റെ അകത്ത്? പാന്തേറ എന്ന് പറഞ്ഞ ഫാമിലിയിൽ. ഇനി ഇതിൻ്റെ അകത്ത് ചോദിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ് ക്യാറ്റ് ഉൾപ്പെടുന്ന ഫാമിലി ഏതാണെന്ന് ചോദിക്കും. കേട്ടിട്ടുണ്ടോ? ക്യാറ്റ് ഉൾപ്പെടുന്ന ഫാമിലി ഏതാണെന്ന്? ഫെലിഡേ. ഡോഗ് ഉൾപ്പെടുന്ന അപ്പോൾ ഏതായിരിക്കും? മറന്നുപോയല്ലോ. ഫെലിഡേ. ആരാണ് ഉൾപ്പെടുന്നത്? ക്യാറ്റ്. കാനിഡേ, ഡോഗ് ഉൾപ്പെടുന്ന ഫാമിലി. ഈ രണ്ട് ഫാമിലി നെയിം ഒന്ന് ഓർത്തിരുന്നോളൂ കേട്ടോ. ഇത് രണ്ടും
രണ്ട് ഫാമിലി ആയിട്ടാണ്. നിങ്ങൾ ചിലപ്പോൾ ഓർക്കാം, എങ്ങാനും തെറ്റിച്ചാലോ, പിള്ളേർ തെറ്റിക്കാറുണ്ട് അങ്ങനെ. ക്യാറ്റ് തന്നെ ഉൾപ്പെടുന്നതിൻ്റെ അകത്ത് ചിലപ്പോൾ ഡോഗിൻ്റെ ഇതൂടെ കയറ്റി എഴുതാറുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്തോളുക. രണ്ടും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ഫാമിലീസാണ്. അപ്പോൾ ഫാമിലിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? കിട്ടിയോ എല്ലാവർക്കും? ലേറ്റ് ആയിട്ട് വന്നവർക്കും? നെക്സ്റ്റ് നമ്മുടെ ഓർഡർ. പറഞ്ഞേ, എന്ത് കൂടി ചേർന്നിട്ടായിരിക്കും ഓർഡർ ആവുന്നത്? ഫാമിലീസ് കൂടി ചേർന്നിട്ട് അതൊരു ഓർഡർ ആകും അല്ലേ? ഒരു ഓർഡറിന്, ഒരു ആനിമൽ ഓർഡറിന് ഒരു എക്സാമ്പിൾ പറയാമോ? കാർണിവോറ കേട്ടിട്ടുണ്ടോ? എന്നാ കാർണിവോറ? ആരുൾപ്പെടുന്ന കാർണിവോറസിൽ? ഇതിൻ്റെ അത് ബോട്ടണി ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കുക. സുവോളജി പോട്ടെ, ബോട്ടണി ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കുക. ആർക്കും ഇഷ്ടമല്ലേ? ഇത് സുവോളജി ബോട്ടണി ഇഷ്ടമല്ലാത്തവരാണ്. ചിലരങ്ങനെയുണ്ട്, സയൻസ് ഗ്രൂപ്പ് എടുത്തു എന്നുള്ളൂ. ഈ രണ്ട് സാധനം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമില്ലാത്ത പിള്ളേരുണ്ട്. ആരൊക്കെയാ? അല്ല, രണ്ടുമൂന്ന് ഫാമിലിയുടെ പേര് പറയാനേ, അല്ലെങ്കിൽ ഓർഡറിൻ്റെ പേര് പറയാനേ ഉദ്ദേശിച്ചത്, വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല. ഏതെങ്കിലും ഒരു ഓർഡർ ഓർക്കണ്ടോ? ഒന്നും ഓർക്കണില്ല? പറഞ്ഞോ. എനിക്കിഷ്ടമല്ലാത്ത സാധനമായി ബോട്ടണി എന്ന് പറഞ്ഞാൽ, അതേ ഞാൻ ചോദിച്ചത്. സൊലാനേസിയ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ആ സംഭവമില്ലേ? അതൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നതാണ് നമ്മുടെ ഓർഡറിൽ. നമ്മുടെ സുവോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഓർഡർ ഏതൊക്കെയാണ്? നമ്മുടെ കാർണിവോറ. നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ളതായിരിക്കും കാർണിവോറസ്. അതായത് നമ്മുടെ ടൈഗർ ഉൾപ്പെടുന്ന സംഭവമൊക്കെ കേട്ടല്ലേ ഓർഡർ. അപ്പോൾ ഓർഡറിനൊരു എക്സാമ്പിൾ ഏതാണ്? കാർണിവോറ. ഇനി നമുക്കൊരു ടേബിളായിട്ട് പഠിക്കാനുണ്ട് അതിൻ്റെ അകത്ത്. ആ സംഭവങ്ങൾ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വായിച്ചിരിക്കണം. വൈഹാട്ട് പഠിക്കണമെന്നില്ല, നല്ല രീതിയിൽ വായിച്ചിരുന്ന അതിൻ്റെ അകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും കേട്ടോ. അടുത്തതാണ് ക്ലാസ്. ക്ലാസ് പറഞ്ഞാലോ, ഓർഡറുകൾ കൂടി ചേരുന്നതാണ് ക്ലാസ് ആയിട്ട് വരുന്നത് അല്ലേ? ക്ലാസ് മമേലിയ കേട്ടിട്ടില്ലേ? മാമൽസ് ഉൾപ്പെടുന്നത് അടുത്ത ചാപ്റ്ററിൽ കിടക്കുക. അങ്ങനെ ക്ലാസ്സുകളൊക്കെ പഠിക്കാനായിട്ട് അല്ലേ? അപ്പോൾ ക്ലാസ്സിൻ്റെ ഒരു എക്സാമ്പിൾ വരുന്നതാണ് ക്ലാസ് മമേലിയ. കിട്ടിയില്ലോ? ക്ലാസ്സും കഴിഞ്ഞു. അപ്പോൾ അടുത്ത ഏതാണ്? നമ്മുടെ ഫൈലം. ഫൈലം 11 ഫൈലം ഉണ്ട് ആനിമൽ കിങ്ഡത്തിൽ പഠിക്കാൻ അല്ലേ? അപ്പോൾ എന്താണ് ഫൈലം എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. കിങ്ഡത്തിൻ്റെ തൊട്ട് താഴെ വരുന്ന സംഭവമാണ്. ഒരുപാട് ഫീച്ചറുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്ത് ഓരോ ഗ്രൂപ്പുകളാക്കുന്നതിനാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്? ഫൈലം എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മുടെ ഫൈലത്തിൻ്റെ ഒരു എക്സാമ്പിൾ പറയാമോ? കേട്ടില്ലടാ? പോറിഫറ, സീലൻഡ്രേറ്റ, ടീനോഫോറ, അനലീഡ, മൊളുസ്ക, അങ്ങനെ കിടക്കണില്ല. അതൊക്കെയാണ് ഫൈലം വരുന്നത്. നെക്സ്റ്റ് കിങ്ഡം. ലാർജസ്റ്റ് ആയിട്ടുള്ള ആളിലേക്ക് എത്തി, കിങ്ങിലേക്ക് എത്തി. ഹയസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നതാണ് കിങ്ഡം എന്ന് പറയുന്നത്. കിട്ടിയോ? ഹയസ്റ്റ് ഏതാ ലോവസ്റ്റ് ഏതാന്ന് വെച്ചാലും കിട്ടൂലോ. ആ കറക്റ്റായിട്ടുള്ള അസെൻഡിങ് ഓർഡറിൽ നിങ്ങൾ പഠിക്കൂലോ അല്ലേ? എല്ലാത്തിനും 1-2 എക്സാമ്പിളും കൂടി നോക്കി വെച്ചാൽ ഈ പോർഷനിൽ നിന്നുള്ള മാർക്ക് കിട്ടി. സുവോളജി എന്നുള്ള മാർക്കൊക്കെ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. കാരണം ഒന്നും പുറത്തൊന്നും വരാനില്ലാന്നേ, എല്ലാം അതിൻ്റെ ഉള്ളിൽ. നിങ്ങൾ പഠിക്കാത്ത ഒരു കാര്യവും വരില്ല. അപ്പോൾ നമുക്കത് ഉറപ്പാണ് കേട്ടല്ലോ. ഇനി നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ അകത്തൊരു ടേബിൾ നോക്കാനുണ്ട്. ടേബിൾ നോക്കിക്കേ ഏതൊക്കെയാണെന്ന്. അതിൻ്റെ അകത്ത് എപ്പോഴും തന്നെ ചോദിക്കാറുള്ള ഒരു ഇതാണ് നമ്മുടെ ഹൗസ് ഫ്ലൈയുടെ കാര്യം. ഹൗസ് ഫ്ലൈ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, സാധാരണ നമ്മൾ കാണുന്ന ഈച്ചയാണ് അല്ലേ? അതിൻ്റെ ബയോളജിക്കൽ നെയിം എന്താ? അതിൻ്റെ ബയോളജിക്കൽ നെയിം എന്തോ? ഫ്രണ്ടിൽ നിന്നൊന്നും ഒരു അനക്കം കേൾക്കണില്ല. എന്നാ അതിൻ്റെ പറഞ്ഞേ? കോമൺ നെയിം എന്താ? കോമൺ നെയിമാണ് ശരിക്കും ഹൗസ് ഫ്ലൈ എന്ന് പറയുന്നത്. സയൻറ്റിഫിക് നെയിമാണ് ഏത്? മസ്ക ഡൊമസ്റ്റിക്ക. ജീനസ് ഏതാണ് വരുന്നത്? അറിയാം, മസ്ക. ഫാമിലി ആവുമ്പോൾ മസ്ക ഡൊമസ്റ്റിക്ക എന്നുള്ള പേരിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഫാമിലീനെ പഠിക്കാൻ പറ്റും. ഏതാണ് ഫാമിലി വരുന്നത്? മ്യൂസിഡേ. ഓർഡർ ഡിപ്റ്റീറ. ക്ലാസ് ഇൻസെക്റ്റ. ഇൻസെക്റ്റിൽ വരുമല്ലോ ഈച്ച എന്ന് പറഞ്ഞ സാധനമൊക്കെ. അപ്പോൾ ഫൈലം ഏതാണ്? ഫൈലം നമ്മുടെ ആർത്രോപോഡയാണ്.
കിട്ടിയല്ലോ. ആ രീതിയിൽ നമ്മുടെ മാൻഡ കൊടുത്തിട്ടുണ്ട്, മാംഗോ കൊടുത്തിട്ടുണ്ട്, വീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും അതിൻ്റെ അകത്ത് എപ്പോഴും ചോദിക്കാറുള്ളൊരു കാര്യം നമ്മുടെ ഹൗസ് ഫ്ലൈയുടെ കാര്യമാണ്. എന്നുവെച്ചാൽ ബാക്കി ചോദിക്കാറില്ല എന്നല്ല കേട്ടോ, പഠിച്ചോളണം കേട്ടല്ലോ. ഓക്കെ, മാൻ്റെ പറഞ്ഞു നോക്കിക്കേ. ബയോളജിക്കൽ നെയിം എല്ലാവർക്കും അറിയാം. എന്താണ് നമ്മുടെ ഹോമോ സാപ്പിയൻസ്, ജീനസ് നെയിം ഹോമോ, ഫാമിലി നെയിം ഹോമിനിഡെ, ഓർഡർ പ്രൈമേറ്റ, ക്ലാസ് മമേലിയ, ഫൈലം ഏതാണ് നമ്മുടെ കോഡേറ്റ. കിട്ടിയല്ലോ. അതേപോലെ തന്നെ മാംഗോയും വരുന്നുണ്ട്, വീറ്റും വരുന്നുണ്ട്. എല്ലാം ഏകദേശം ആയോ? ഇനി മെറ്റീരിയലുള്ളവർ പെട്ടെന്നൊന്ന് മറിച്ച് നോക്കിയേ. നമ്മുടെ നോട്ട് എഴുതിയേക്കണവർ അതൊന്ന് നോക്കിക്കേ. നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞു നോക്കാം. മനസ്സിലായോ പിള്ളേരെ പറഞ്ഞത്? മനസ്സിലാവാത്തവരാരെങ്കിലും ഉണ്ടോ? കടാതി, അമ്പലമ്പടി ആ ഭാഗത്തൊന്നും ആരെങ്കിലും വരുന്നവരുണ്ടോ? എക്കടമ്പാണോ? 3 പേരും? അമ്പലമ്പടി എൻ്റെ വീട്. ഞാൻ ചോദിച്ചാൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഏത് സ്കൂളാണ് അപ്പോൾ? പുതുപ്പാടി. സിജി മിസ് പഠിപ്പിക്കണ്ടോ ഫിസിക്സ്? നിങ്ങളും അത് തന്നെയാണോ? പുതുപ്പാടി തന്നെയായിരുന്നോ? നിങ്ങളൊക്കെയോ എവിടെ നിന്നുള്ള ആൾക്കാരാ? പാരപ്പെട്ടി സ്കൂള്, NSS 3 പേരും. നമ്മളോ? MGM പാമ്പാക്കുട അല്ലേ? ഇങ്ങനെയുണ്ട് ഇതുവരെ നീറ്റിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ട്? എന്നാ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക്? 20-ാം തീയതി. നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തുടങ്ങി അല്ലേ? എങ്ങനെയുണ്ട് ക്ലാസ് തുടങ്ങിയിട്ട്? ഇത് ഫസ്റ്റ് ക്ലാസ്സിൽ വന്നത് അഹല്യ മാത്രമല്ലേ ഉള്ളൂ? നിങ്ങൾ 3 പേരുണ്ടോ? അത് ഇയാൾ മാത്രമേ ഉള്ളോ? നിങ്ങൾ 2 പേരും. ബാക്കി എല്ലാവരും പഴയ ക്ലാസ് മുതലുള്ളവരാണോ? എത്ര ക്ലാസ്സായി ഇപ്പോൾ? ഇങ്ങനെയുണ്ട്. നമുക്ക് ആ ഓരോ ദിവസം ചെല്ലുന്ന നമ്മുടെ ആവേശം ഇങ്ങനെ കൂടി വരുന്നില്ലേ? ഇതെല്ലാവരും ഞാൻ എങ്ങനെ പഠിക്കും ദൈവമേ എന്ന് ഓർത്തിരിക്കുകയാണോ? ഇങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാവുന്ന കാര്യമാണ് നീറ്റ് എന്ന് പറയണം. നമുക്കത് കിട്ടും. അതേപോലെ പ്രയത്നിച്ച എത്ര സമയമൊക്കെ കണ്ട് പഠിച്ചു തുടങ്ങിയോ? അത് പറഞ്ഞേ. പ്ലസ് ടുവിൻ്റെ എക്സാം കഴിഞ്ഞു, അതിൻ്റെ ക്ഷീണം കാരണം നീറ്റിന് പഠിച്ചു തുടങ്ങിയോ? പഠിച്ചു തുടങ്ങിയില്ലേ? എന്ന് തുടങ്ങാനാ? എന്നാ തുടങ്ങണേ അത് പറഞ്ഞേ. 5-ാം തീയതി എക്സാം എന്നുള്ള രീതിയിൽ പോകുമ്പോൾ എന്ന് നമുക്ക് തുടങ്ങാം. എന്ന് തുടങ്ങും? എത്ര മണിക്കൂർ പഠിക്കണം? ഇതൊക്കെ അഹല്യ കേട്ട് മടുത്തിരിക്കണ കാര്യമായിരിക്കും. എത്ര മണിക്കൂറൊക്കെ പഠിക്കണം നമ്മൾ? 9:30 തൊട്ട് 3:30 വരെ നമ്മളിവിടെ ഇരിക്കുകയല്ലേ? 3 to 3:30 നിങ്ങളുടെ എക്സാം. ഒരു എക്സാമും അറ്റൻഡ് ചെയ്യാതെ പോകരുത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറും മിസ്സാക്കി കളയരുത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നതാണ്. അതിൻ്റേതായ വാല്യൂവിൽ നമ്മൾ വെച്ചോണം. വെറുതെ ഇടയ്ക്ക് വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഒരു ദിവസം ഒരു എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എന്തുമാത്രം അതിൻ്റെ അകത്ത് അറിയാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ ഇന്ന് ഏത് എക്സാം? ഫിസിക്സ് ആണോ? ഫിസിക്സിൻ്റെ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ചിലപ്പോൾ അറിയാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം നിങ്ങൾക്ക് അല്ലേ? ആ ക്വസ്റ്റ്യൻസ് ഇന്ന് എഴുതി അത് കഴിഞ്ഞൂലോ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കരുത്. അറിയില്ലാത്ത ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് അത് പഠിച്ചോളണം. ഇനി അടുത്ത ക്ലാസ്സിൽ സാറ് വരുമ്പോൾ സാറിനോട് ചോദിച്ച് അത് പഠിച്ചോളണം. ആ രീതിയിൽ പഠിക്കണം. മിനിമം ഒരു 6 മണിക്കൂറിൻ്റെ അടുത്തെങ്കിലും എന്ത് ചെയ്യണം? പഠിക്കുക. നിങ്ങൾ പ്ലസ് ടുവിന് എങ്ങനെയായിരുന്നു? ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടും. ഇത് വരുമ്പോൾ എങ്ങനെയാണ്? നമുക്കതിൻ്റെ ഉള്ളിൽ നിന്ന് പഠിക്കണം അല്ലേ? ഉള്ളിൽ നിന്ന് ചിരണ്ടി നോക്കി നമ്മൾ പഠിക്കേണ്ട അവസ്ഥയാണ്. NCERTയുടെ ഓരോ മുക്കും പോലും ഇല്ലാത്ത രീതിയിൽ അരിച്ച് പറക്കി പഠിച്ചോളണം. ഇനിയുള്ള ദിവസങ്ങളിൽ 5-ാം തീയതി കഴിഞ്ഞിട്ട് നമുക്ക് ഉറങ്ങാന്നേ. അങ്ങോട്ട് ഇരുന്ന് അങ്ങോട്ട് പഠിക്കും പിള്ളേരെ. നമുക്ക് ആ ഒരു ഒറ്റ എഴുത്തിൽ നമുക്ക് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലും വലിയ സന്തോഷം നമുക്ക് ഇനി കിട്ടാനുണ്ടോ? നിങ്ങളുടെ ഭാവി തന്നെ മാറുകയല്ലേ? ആ രീതിയിൽ അങ്ങോട്ട് ഇരുന്ന് പഠിക്കുക. വെറുതെ ഒന്നും കിട്ടണ സമയമൊന്നും അങ്ങനെ കളയണ്ട. ഉറക്കം തൂങ്ങാതെ നല്ല രീതിയിലിരുന്ന് പഠിച്ച് ഓരോ എക്സാമും ഓരോ ദിവസത്തെ എക്സാമും നിങ്ങൾ നീറ്റ് എന്നുള്ള രീതിയിൽ തന്നെ കണ്ട് നിങ്ങൾ പഠിക്കുക കേട്ടല്ലോ.
രീതിയിൽ പഠിക്കുമോ? അത് ചുമ്മാ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും പറഞ്ഞിട്ട് പുഷ് ചെയ്തിട്ട് ജാതി മുമ്പ് വന്നേക്കണ ആൾക്കാരാണോ? നിങ്ങൾക്കൊരു ലക്ഷ്യത്തോടു കൂടി വന്നേക്കണവരല്ലേ നിങ്ങൾ? അതെ, അങ്ങനെ ആവണം. ഒരു നിമിഷവും കളയാത്ത രീതിയിൽ ഇരുന്ന് പഠിച്ചോണം കേട്ടല്ലോ. നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന പിള്ളേരെ 12 മണിക്കൂർ പഠിക്കണവരുണ്ട്. ഓർക്കുക, 12 മണിക്കൂർ കേട്ടല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്നാണ് ഓർക്കണേ? 12 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണ ആളുകളുണ്ട്. എന്ത് മനുഷ്യരല്ലേ, മനുഷ്യജന്മങ്ങളാണോ എന്ന് ഓർക്കണ്ട. അങ്ങനെ വരെ പഠിച്ച് എത്തുന്ന പിള്ളേരാണ് നിങ്ങളുടെ കൂടെ എക്സാം എഴുതാൻ വേണ്ടത്. അവരിൽ നിന്ന് ഒട്ടും പുറകോട്ട് പോകാൻ പാടില്ല. എനിക്ക് ആദ്യത്തെ പ്രാവശ്യം എഴുതുമ്പോഴാണെങ്കിലും എനിക്ക് എൻ്റെ കഴിവ് തെളിയിക്കണം എന്നുള്ള രീതിയിൽ എക്സാം എഴുതുക, പഠിക്കൂലോ. ബയോളജി ഞാൻ എടുത്ത് പറയുന്നു, ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് മിസ്സാവില്ല. ആ രീതിയിൽ നമുക്ക് മാർക്ക് കിട്ടുന്ന 2 സബ്ജക്റ്റുകളാണ് സുവോളജിയും ബോട്ടണിയും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ NCERT നമ്മുടെ മെറ്റീരിയലും വെച്ച് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. കിട്ടൂല എല്ലാവർക്കും? ഉറപ്പാണല്ലോ? പഠിക്കൂല എന്ന് തോന്നല്? പഠിക്കുക. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ മെറ്റീരിയലുള്ളവരെടുത്തോട്ടോ. സ്പീഷീസ് ആർ കൺസിഡേർഡ് ആസ്, ഞാൻ പറഞ്ഞില്ലേ സ്പീഷീസിനെ എന്തായിട്ട് കൺസിഡർ ചെയ്തേക്കുന്നു? കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? റിയൽ ബേസിക് കാറ്റഗറി ഓഫ് ക്ലാസിഫിക്കേഷൻ. ഏറ്റവും താഴത്തെ ആൾക്കാരാണ് ആര്? നമ്മുടെ സ്പീഷീസ് എന്ന് പറയുന്നത്. കിട്ടിയില്ല ഒരു ക്വസ്റ്റ്യൻ. അടുത്തത്, ഡൈവേഴ്സിറ്റി ഓഫ് ഓർഗാനിസംസ് ആൻഡ് ദെയർ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഈസ് സ്റ്റഡീഡ് സയൻറ്റിഫിക്കലി അണ്ടർ. അതായത് എവല്യൂഷണറി റിലേഷൻഷിപ്പിൻ്റെ കാര്യം ഈ ചാപ്റ്ററിൽ ഞാൻ ആകെ ഒരു കാര്യത്തിലേ പറഞ്ഞിട്ടുള്ളൂ. ഏതായിരുന്നു? നമ്മുടെ സിസ്റ്റമാറ്റിക്സ്. കിട്ടിയോ? നെക്സ്റ്റ്, എക്സ് ഈസ് ആൻ ആർത്രോപോഡ്. ഓരോ വാക്കുകൾ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ആൻസറായി. അതിൻ്റെ ഓപ്ഷൻസ് ഒന്നും നോക്കേണ്ട വരില്ല. ദാറ്റ് ബിലോങ്സ് ടു ദി ഫാമിലി മ്യൂസിഡേ. The specific epithet for the given arthropod is domestica. X could be. ആരായിരിക്കും? ഞാൻ ആര് എന്നാണ്. ഏതാണ്? നമ്മുടെ ഹൗസ്ഫുള്ളായി. ഇനി അടുത്തത് കുറച്ച്, the species given here belong to how many different families. അതായത് ഓരോന്നും എന്തായിരിക്കാം? ചിലപ്പോൾ ഓരോ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ 1-2 ആളുകൾ ഉൾപ്പെടുന്ന ഒരു ഫാമിലി വരാം. ആ ക്വസ്റ്റ്യനാണ് ചോദിച്ചേക്കുന്നത്. മെറ്റീരിയലില്ല അല്ലേ? കിട്ടാറായ മെറ്റീരിയൽ ഇന്ന് കിട്ടുമോ? കിട്ടുമ്പോൾ നിങ്ങൾ ഈ ക്ലാസ് ഡിസ്കഷൻ എന്ന് പറഞ്ഞ ഇതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടൊരു ഹോം അസൈൻമെൻ്റ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാം ഇന്ന് നോക്കിക്കൊള്ളണം വീട്ടിൽ ചെന്ന്. ഈ 3 ചാപ്റ്ററിൻ്റെ ഇന്ന് തന്നെ 3 എണ്ണവും കവർ ചെയ്ത് പൊക്കോളണം കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ല, ഒരുപാടെന്ന് പറഞ്ഞാൽ ഒട്ടും ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് വായിച്ച് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ആൻസേഴ്സ് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിക്കേ. The species given here belongs to how many different families? ഡിഫറെൻറ്റ് ഫാമിലിയിൽ വരുന്ന എത്ര സ്പീഷീസുകളുണ്ട് അതിൻ്റെ അകത്ത്? എണ്ണി നോക്കി പറഞ്ഞു നോക്കിക്കേ, എത്ര എണ്ണം ഉണ്ടാവുന്ന? മാൻ ഉൾപ്പെടുന്ന ഏതെങ്കിലും ഉണ്ടോ? ഫാമിലി ഉണ്ടോ? ഹൗസ് ഫ്ലൈ ഉൾപ്പെടുന്നതോ ഉണ്ടോ? മാംഗോ, വീറ്റ് രണ്ടും ഉൾപ്പെടുന്ന ഒരേപോലത്തെ ഫാമിലിയാണോ അതോ ഡിഫറെൻറ്റ് ഫാമിലീസ് ആണോ വരുന്നത്? ഡിഫറെൻറ്റ്. നെക്സ്റ്റ് വീറ്റ് ശരിയാണല്ലേ? എങ്ങനെയാണ്? അതും എന്തായിട്ടാണ് വരുന്നത്? ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ഡോഗ്, ക്യാറ്റ്, ലയൺ, ടൈഗർ. ഫാമിലി ഏതാ വരുന്നേ? ആ ഫാമിലിയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലായിരുന്നോ? പാൻതേറ ഉൾപ്പെടുന്ന വരുന്നുണ്ട്, ഡോഗിൻ്റെയും ക്യാറ്റിൻ്റെയും വേറെ വേറെ ആയിട്ട് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അവിടെ എന്ത് തരത്തിൽ നമുക്ക് കിട്ടി? എത്ര ഡിഫറെൻറ്റ് ഫാമിലീസ് വരുന്നുണ്ടെന്നല്ലേ ചോദിച്ചേക്കുന്നേ? നെക്സ്റ്റ്
പൊട്ടറ്റോ, ബ്രിഞ്ചാൾ, ലിയോപാഡ്. ഈ ലിയോപാഡിനെ നമുക്ക് ആരുടെ കൂടെ കൂട്ടാം? ലയൻ്റെയും ടൈഗറിൻ്റെയും ഒക്കെ കൂടെ ആര് കൂട്ടാം? ലിയോപാഡിനെ കൂട്ടാം. അത് ഏത് ഫാമിലിയാണ് വരുന്ന പിള്ളേരെ? പാൻതേറ അല്ലേ. പൊട്ടറ്റോയും ബ്രിഞ്ചാളുമോ? സൊലാനേസി എന്ന് പറഞ്ഞ ഫാമിലിയാണ് വരുന്നത്. ഇപ്പം മൊത്തം ഇപ്പോൾ എത്ര ഫാമിലീസൊക്കെ വരുന്നുണ്ട്? എത്ര എണ്ണം ഉണ്ട്? ഇനി നോക്കി. ഉള്ളവർ നോക്കേ. എത്രയാ? 7 ഫാമിലീസ് വരുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ്, ദ പ്ലാന്റ്സ് ഓർ ആനിമൽ ഗ്രൂപ്പ് വിത്ത് ദ മോസ്റ്റ് സിമിലർ ട്രൈറ്റ് ഈസ്. നമ്മൾ ഓപ്ഷൻ വന്നിട്ടില്ലല്ലോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ആൻസർ ഏതായിരിക്കാം? 8 എന്നുള്ളതായിരിക്കാം. പക്ഷേ 8 നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പക്ഷേ അതിൻ്റെ അകത്ത് റിലേറ്റ് ചെയ്ത് വരുന്ന അടുത്ത് വരുന്ന ഏത് ഓപ്ഷനാണോ വരുന്നത് അത് ടിക്ക് ചെയ്തോളാം. കേട്ടല്ലോ. നീറ്റാണ് എക്സാം, തെറ്റുകൾ വരാം. ഓപ്ഷൻസിൽ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ആൻസറും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആൻസേഴ്സ് ഉണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്തോളാം. നമ്മളിടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അല്ല കേട്ടല്ലോ. എന്തോരം കുട്ടികൾ ചേർന്ന് എഴുതുന്ന ഈ ഒരു എക്സാം അത്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ കണക്കാക്കിക്കൊണ്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ കേട്ടോ. ഇനി അടുത്ത്, ദ പ്ലാന്റ്സ് ഓർ ആനിമൽസ് ഗ്രൂപ്പ് വിത്ത് മോസ്റ്റ് സിമിലർ ട്രേറ്റ്. എന്നാ പിള്ളേരെ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ? ട്രേറ്റ് എന്നാന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. +2 പഠിക്കണേലോ ട്രേറ്റ്. ഗുണങ്ങൾ, സ്വഭാവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ നമ്മുടെ പ്രിൻസിപ്പൽസിൻ്റെ അകത്ത്? മറ്റേ പീടെ അല്ലേ, പയറ് ചെടിയുടെ ക്യാരക്ടറും ട്രേറ്റും ഒക്കെ പഠിച്ചില്ലേ? അപ്പോൾ ഇതെന്തായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്? സിമിലർ ട്രേറ്റ് വരുന്നത് ഏതിലായിരിക്കും? ജീനസിലായിരിക്കോ, സ്പീഷീസിലായിരിക്കോ, ഓർഡറിലായിരിക്കോ, ടാക്സോണിലായിരിക്കോ? എന്താണ് ടാക്സോൺ എന്ന് പറഞ്ഞാൽ? പുതിയൊരു വാക്കാണ് ടാക്സോൺ. എന്താണ് ടാക്സോൺ എന്ന് പറഞ്ഞാൽ? ഇതിപ്പോൾ ഒരു ഓർഡറാണ് അല്ലേ, ഒരു ഹൈറാർക്കിയൽ ഓർഡറാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു ടൈഗറിൻ്റെ കാര്യം എടുത്താലോ ഒരു ലയണിൻ്റെ കാര്യം എടുത്താലോ എല്ലാത്തിനും എന്താണ് നമുക്ക് ഒരു കറക്റ്റ് ഓർഡറിൽ എഴുതാൻ പറ്റും അല്ലേ. ലയൺ എന്ന് പറഞ്ഞൊരു സ്പീഷീസ്, അതിൻ്റെ ജീനസ് ഒന്നായിരിക്കാം, ഫാമിലി വേറെ ഒരെണ്ണം, ഓർഡർ വേറെ ഒരെണ്ണം, അങ്ങനെ നമുക്ക് എന്താണ് ഒരു കറക്റ്റ് ഒരു ഓർഡറിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഈ ഓരോ കാറ്റഗറീനെയും ജീനസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി, സ്പീഷീസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി, ഫാമിലി വേറെ, ഓർഡർ വേറെ, ക്ലാസ് വേറെ, ഈ ഓരോന്നിനെയും നമുക്ക് വിളിക്കാവുന്ന ഒരു പേരാണ് ടാക്സോൺ എന്ന്. കിട്ടിയോ ടാക്സോൺ എന്താണെന്ന്? ഒരു ഹൈറാർക്കിയൽ ഓർഡർ നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് ഓരോ കാറ്റഗറീനെയും സെപ്പറേറ്റ് എടുക്കുമ്പോൾ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? ഒരു ടാക്സോൺ എന്ന രീതിയിൽ വിളിക്കാം. കിട്ടിയോ ടാക്സോൺ എന്താണെന്ന്? ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടണ്ടോ എന്ന് നോക്കിയേ. ദ പ്ലാന്റ്സ് ഓർ ആനിമൽ ഗ്രൂപ്പ് വിത്ത് ദ മോസ്റ്റ് സിമിലർ ട്രേറ്റ് ഈസ്. സിമിലർ ആയിട്ട് വരുന്നത് ഏതിൻ്റെ അകത്തായിരിക്കും? ഓർഡറിലാണ് വരുന്നത് കേട്ടോ. അടുത്തൊക്കെ വളരെ സിമ്പിളാണ്. ഇൻ ബൈനോമിയൽ നോമൻക്ലേച്ചർ ദ സയൻറ്റിഫിക് നെയിം ഓഫ് ആനിമൽസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ. ഏതൊക്കെ ചേരുന്നതാണ് ഒരു സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത്? ഏതൊക്കെ നെയിമാ? ജീനസ് നെയിമും സ്പീഷീസ് നെയിമും കൂടി ചേരുന്നതായിരിക്കും ഒരു സയൻറ്റിഫിക് നെയിം. അടുത്തതോ, ട്രിപ്റ്റിക്കം ഇസ്റ്റിവം ബിലോങ്സ് ടു ക്ലാസ്. ഏത് ക്ലാസ്സാണ് വരുന്നത്? തൊട്ട് മുകളിൽ തന്നെ കിടക്കേണ്ട അതിൻ്റെ ആൻസർ ഏതാ? മോണോകോട്ടാണോ അതേ ഡൈക്കോട്ടോ? മോണോ ഏതാണ്? അയ്യോ, നിങ്ങളുടെ ബോട്ടണിക്ക് ഇപ്രാവശ്യം പ്രാക്ടിക്കൽ ഇനി ഏതാ? റൂട്ട്, സ്റ്റെം അങ്ങനെയുള്ള സംഗതിയൊക്കെ വരില്ലേ? നമ്മൾ മറ്റേ സെക്ഷൻ എടുക്കണ പരിപാടി ഏതായിരുന്നു? റൂട്ടായിരുന്നോ സ്റ്റെമ്മായിരുന്നോ? ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? ഏതായിരുന്നു? റൂട്ടായിരുന്നോ? ഏതാ എളുപ്പം? കിട്ടാൻ എളുപ്പം റൂട്ടല്ലേ പിള്ളേരെ സ്റ്റെമ്മിനേക്കാളും അല്ലേ? ചെയ്ത് സെക്ഷൻ എടുക്കാൻ എളുപ്പം, ഇങ്ങനെ എടുക്കാൻ എളുപ്പമല്ലേ? പ്രാക്ടിക്കലൊക്കെ സിമ്പിളല്ലായിരുന്നോ? ഫുൾ മാർക്ക് കിട്ടൂല്ലേ എല്ലാവർക്കും?
അപ്പം അത് കിട്ടിയില്ല. ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്, എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് വിച്ച് ആർ ഏബിൾ ടു ബ്രീഡ് എമംഗ് ദംസെൽസ് ആൻഡ് പ്രൊഡ്യൂസ് ദെയർ ഓൺ കൈൻഡ് ഈസ് നോൺ ആസ്. A group of individuals which are able to breed among themselves and produce their own kind is known as. എന്തിനെയായിരിക്കും? സ്പീഷീസ്. അടുത്ത, എ ഫാമിലി ഇൻ എ ടാക്സോണമിക് ഹയറാർക്കി എന്ന് പറയുമ്പോൾ എന്താ പിള്ളേരെ? ഒരു ഫാമിലിയുടെ ഒരു ടാക്സോണമിക് ഹയറാർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതിയാണ് സംഗതി അല്ലേ? അതിൻ്റെ അകത്ത് എന്തൊക്കെ വരാം? ഈസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജനറ വിത്ത് മോർ നമ്പർ ഓഫ് സിമിലാരിറ്റീസ് ആസ് കമ്പയർഡ് ടു ജീനസ് ആൻഡ് സ്പീഷ്യസ്. ഏതാ അതിൻ്റെ ആൻസർ വരുന്നതെന്ന് വായിച്ചു നോക്കിയ ആൻസേഴ്സ്. 3 ജനറാസ് മാത്രമാണ് വരുള്ളൂ. കോമൺ ക്യാരക്ടേഴ്സ് കുറവായിരിക്കും, മറ്റുള്ള ഇൻഡിവിജ്വൽസ് കൂടുതലായിരിക്കും. എങ്ങനെയായിരിക്കും? ഒരു ടാക്സോണമിക് ഹയറാർക്കി എടുക്കുകയാണെങ്കിൽ ഒരു ഫാമിലിയുടെ ഇതെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ ഇതുണ്ടാവുന്നു, പ്രത്യേകതകൾ ഉണ്ടാവുന്നു. എങ്ങനെയായിരിക്കും ഒരു ഫാമിലിയുടെ കാര്യം എടുക്കുമ്പോൾ? റിലേറ്റ് ചെയ്തായിരിക്കും എന്ത് വരുന്നത് അല്ലേ? ജീനസും സ്പീഷീസൊക്കെ റിലേറ്റ് ചെയ്തല്ലേ ഫാമിലി വരുള്ളൂ. സ്പീഷീസുകൾ ചേർന്ന് എന്ത് ഫോം ചെയ്യുന്നു? ജീനസ് ഫോം ചെയ്യുന്നു. ജീനസ് ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നു? ഫാമിലി ഫോം ചെയ്യുന്നു. ആ രീതിയിൽ ചിന്തിക്കണം. കിട്ടിയ എല്ലാവർക്കും ആൻസർ ഏതാന്ന്? അപ്പോൾ ആൻസർ ഏതാ? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ സീസണൽ ബ്രീഡേഴ്സ് ഫോട്ടോ പീരീഡ് അഫക്റ്റ്. എന്നാ ഫോട്ടോ പീരീഡ് എന്ന് പറഞ്ഞാൽ? ഏത് ചാപ്റ്ററിലാണ് അത് പഠിക്കുന്നത്? ബോട്ടണി പഠിക്കണ്ടല്ലോ. പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റോ അങ്ങനെ എന്തൊരു ചാപ്റ്റർ ഇല്ലേ +1? അതിൻ്റെ അകത്തല്ലേ ഫോട്ടോ പീരീഡ്സൊക്കെ പഠിക്കണേ. എന്നാ ഫോട്ടോ പീരീഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ? ലൈറ്റ് ഇല്ലാതെ അവരുടെ പരിപാടികളൊന്നും നടക്കൂല. അങ്ങനെയായിട്ടുള്ള ഇതുണ്ട്. പ്ലാന്റ്സ് ആണെങ്കിലുണ്ട് അല്ലേ? പ്ലാന്റ്സ് ഇല്ല, അങ്ങനെയുള്ള പ്ലാന്റ്സ് ഇല്ലേ പിള്ളേരെ? ലൈറ്റിൻ്റെ പ്രസൻസ് ഇല്ലാതെ ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ എന്ത് വേണം? ലൈറ്റിൻ്റെ പ്രസൻസ് വേണം. അപ്പോൾ സൺലൈറ്റിൽ മാത്രമല്ലേ നടക്കുള്ളൂ, ലൈറ്റ് ഇല്ലെങ്കിൽ നടക്കുമോ അത്? അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫോട്ടോ പീരീഡ്സം എന്ന് പറയുന്നത്. അതായത് ലൈറ്റിൻ്റെ പ്രസൻസോടെ മാത്രമേ ചില ഇതിന് ഗ്രോത്തിന് എന്ത് വേണം? ലൈറ്റ് ആവശ്യമാണ്. റീപ്രൊഡക്ഷൻ ഓൾറെഡി എന്താണ്? അത് ഓൾറെഡി റീപ്രൊഡക്ഷനും ലൈറ്റ് ആവശ്യമുള്ളവരുണ്ടാവും. ഓൾറെഡി നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ അല്ല ഉദ്ദേശിക്കുന്നത്, പ്ലാന്റ്സിൻ്റെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഫോട്ടോ പീരീഡ്സ് എന്ന് പറയുമ്പോൾ. ആ രീതിയിൽ മെറ്റബോളിസത്തിന് എന്തായിട്ട് വരും? ലൈറ്റ് ആവശ്യമായിട്ടുള്ളവർ വരും. കോൺഷ്യസ്നെസ്സോ? ലൈറ്റ് വേണ്ട. അപ്പോൾ ഫോട്ടോ പീരീഡ് അഫക്റ്റ് ചെയ്യുന്നവർ ആരൊക്കെ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഒരു സീസണൽ ബ്രീഡർ ആണെങ്കിൽ, സീസണൽ ബ്രീഡർ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ചില സീസണുകളിൽ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നവരില്ലേ? എന്താ സീസണൽ? അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ഇന്ന സമയത്ത് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നവർ എന്നൊക്കെ നമ്മൾ പറയില്ലേ പിള്ളേരെ? എല്ലാവരും എല്ലാ സമയത്തും എല്ലാം ചെയ്യുമോ? ഇല്ല. ഈ നമ്മുടെ ആനിമൽസിനൊക്കെ ആണെങ്കിൽ അങ്ങനെ പ്രത്യേകത ഉള്ളവരുണ്ട് അല്ലേ? അങ്ങനെയുള്ളവരെയാണ് സീസണൽ ബ്രീഡേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഫോട്ടോ പീരീഡ് ആവശ്യമുള്ളവർ എന്തിനൊക്കെ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. എന്തിനൊക്കെ വേണം? മെറ്റബോളിസത്തിന് വേണം, ഗ്രോത്തിന് വേണം, റീപ്രൊഡക്ഷന് വേണം. കോൺഷ്യസ്നെസ്സിന് വേണോ? ബോധമില്ലേ? ഓൾറെഡി ബോധമുണ്ട്. അപ്പോൾ അതിന് മാത്രം എന്ത് വേണ്ട? ഫോട്ടോ പീരീഡ് അഫക്റ്റ് ചെയ്യില്ല. ബാക്കി എല്ലാത്തിനും എന്ത് വേണം? ആവശ്യമായിട്ട് വരുന്നു. അടുത്തതോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചോട്ടോ. കറക്റ്റ് ക്ലാസിഫിക്കേഷൻ ആനിമൽ ഏതാണെന്ന്. എൻ്റെ ദൈവമേ, അതിൻ്റെ ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ആനിമൽ ഏതാണെന്ന് മനസ്സിലായില്ലോ ഇല്ലേ? അതിൻ്റെ ഫൈൽ ഏതായിരിക്കും? ആർത്രോപോഡയോ? ഭഗവാനെ, ആണോ? ഞാൻ കേട്ടതിൻ്റെ കുഴപ്പമായിരിക്കും. ഏതായിരിക്കും? നട്ടലിലുള്ള ആണോ അല്ലയോ? കോഡേറ്റ, ഫൈലം കോഡേറ്റ, ക്ലാസ് മമേലിയ, ഓർഡർ
കാർണിവോറ, ഫാമിലി ഫെലിഡേ, ജീനസ് പാന്തേറ, സ്പീഷ്യസ് ടൈഗ്രീസ്. ഈ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചോ? കേട്ടല്ലോ, സംഭവം കിട്ടിയില്ലേ? ഓപ്ഷൻ ബി. അടുത്തത് ടാക്സോണമിക് ഹൈറാർക്കിയുടെ അസെൻഡിങ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഏതാന്ന് എഴുതും. ഏതാന്ന് പറഞ്ഞു? ഹോമിനിഡേ, ഹോമോ, മൊമേലിയ, കോഡേറ്റ, പ്രൈമേറ്റ. ഹോമോ, ഹോമിനിഡേ, പ്രൈമേറ്റ, മൊമേലിയ, കോഡേറ്റ. പ്രൈമേറ്റ, കോഡേറ്റ, മൊമേലിയ, ഹോമിനിഡേ, ഹോമോ. കോഡേറ്റ, മൊമേലിയ, പ്രൈമേറ്റ, ഹോമിനിഡേ, ഹോമോ. ഇരുന്ന് ബോറടിച്ചു തുടങ്ങിയോ? ഉറക്കം വന്നോ? ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് കേട്ടോ. അത് പഠിക്കണമെങ്കിൽ എനിക്കറിയാം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ആ പോർഷൻ മറന്നുപോയതിൻ്റെ പ്രശ്നമാണ്. അത് പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വേറെ ഇതൊന്നും ആയിട്ടായിരിക്കില്ല. ഒന്ന് വായിച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളൂ കേട്ടോ. അത് പ്ലസ് വണ്ണിലെ പോർഷൻസ് എല്ലാം അങ്ങനെ വരുവുള്ളൂ. പിന്നെ നമ്മളൊന്നും മറന്നുപോയില്ലോ, ഒരു വർഷം കഴിഞ്ഞല്ലോ ഇതിനായിട്ടുള്ള യുദ്ധം അവസാനിപ്പിച്ചിട്ട്, ഒന്ന് മറന്നിട്ടുണ്ടാവും, അതിൻ്റെ പ്രശ്നമാണ്. നെക്സ്റ്റ്, ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ബിറ്റ്വീൻ ടൊമാറ്റോ ആൻഡ് പൊട്ടറ്റോ വിൽ ബി മാക്സിമം അറ്റ് ദ ലെവൽ ഓഫ് ദെയർ. കോമൺ ക്യാരക്ടേഴ്സ് വരുന്ന ഏതിലായിരിക്കും? ഫാമിലിയിലായിരിക്കും. നെക്സ്റ്റ്, ദ ആനിമൽ, മാമൽ ആൻഡ് ഡോഗ് റെപ്രസെൻറ്റ്. ദ ആനിമൽ, ആ ആനിമൽ ചിലപ്പോൾ മാമലാകാം, അല്ലെങ്കിൽ അതെന്താകാം, അല്ലെങ്കിൽ വേറെ ഒരു ഡോഗ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനെയാകാം? ടാക്സ അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ്. എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ടാക്സ, ടാക്സോൺ രണ്ടും എന്താണ്? സെയിം ആയിട്ടുള്ള സംഭവം തന്നെയാണ്. എന്താണെന്ന് കിട്ടിയല്ലോ. അപ്പോൾ ടാക്സോൺ എന്ന് പറയുമ്പോൾ എന്താണെന്ന് കിട്ടുമല്ലോ അല്ലേ? നെക്സ്റ്റ്, ഹൈഡ്ര ആൻഡ് ഈസ്റ്റ് റീപ്രൊഡ്യൂസ് ബൈ. നമ്മൾ ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് പറഞ്ഞു. അതിൻ്റെ അകത്ത് നമ്മൾ സെക്കൻഡ് ഫീച്ചറായിട്ട് പറഞ്ഞതാണ് നമ്മുടെ റീപ്രൊഡക്ഷൻ അല്ലേ? അന്നേരം ഞാൻ പറഞ്ഞു റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു പുതിയൊരു ഓർഗാനിസം ഡെവലപ്പ് ചെയ്യുന്ന രീതിയാണെന്ന്. രണ്ട് തരത്തിലുള്ള റീപ്രൊഡക്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, സെക്ഷലും എസെക്ഷലും അല്ലേ? ഈ ഹൈഡ്രയും ഈസ്റ്റും എങ്ങനെയായിരിക്കും റീപ്രൊഡക്ഷൻ നടക്കുന്നത്? എങ്ങനെ വഴിയായിട്ടായിരിക്കും? ചെറിയ ക്ലാസ്സിൽ മുതൽ പറയുന്നാലോ. എങ്ങനെയായിരിക്കും? ഒന്ന് ഇതിൻ്റെ അകത്ത് ഓരോന്ന് നമുക്ക് പറഞ്ഞു നോക്കാം. ബഡ്ഡിങ് എന്നാ പിള്ളേരെ? ബഡ്ഡിങ് വേറെ രണ്ട് പ്ലാന്റ്സ് വെച്ചിട്ട് അതെയോ ഒരു പ്ലാന്റിൽ തന്നെ വെച്ച് നമുക്ക് അതിൻ്റെ അതൊരു പുതിയ ഓർഗാനിസത്തിനെ ഡെവലപ്പ് ചെയ്താൽ അത് നമുക്ക് വേറൊരു പുതിയ ഒരാളായിട്ട് നമുക്ക് ചെയ്യാം. അതിനെയാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത് അല്ലേ? എന്താണ് ഫ്രാഗ്മെൻറ്റേഷൻ? ഇതൊരു ഓർഗാനിസമാണ്, ഇതിൻ്റെ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് പോയി, അല്ലെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് പോയി. എവിടെ വെച്ച് കട്ട് ചെയ്ത് പോയാലും പുതിയൊരു ഓർഗാനിസം ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. കിട്ടിയോ? ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫ്യൂസ് ചെയ്തിട്ടുള്ള സംഭവമാണ് ഫിഷൻ എന്ന് പറയുന്നത്. അത് അധികവും വരുന്ന ഇതിലാണ് സെക്ഷൽ റീപ്രൊഡക്ഷനിലാണ് വരുന്നത്. നെക്സ്റ്റ്, റീജനറേഷനോ? ഒരു എക്സാമ്പിൾ പറഞ്ഞ റീജനറേഷൻ. മണ്ണിര എന്നാടാ? പല്ലിയുടെ വാല് പോയ ആ സ്ഥാനത്ത് പുതിയ വാല് വന്നില്ലേ? എന്തിൻ്റെ എക്സാമ്പിൾ? അത് റീജനറേഷൻ എക്സാമ്പിളാണ്. അപ്പോൾ ഏതായിരിക്കും ഇവിടെ വരുന്നത്? റീജനറേഷനാ? ഹൈഡ്ര ഈസ്റ്റ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാന്ന്? ഫ്രാഗ്മെൻറ്റേഷനാ? അയ്യോ, ഫ്രാഗ്മെൻറ്റേഷനാണോ? ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നതിന് ഡിക്കഡ് അല്ലേ? ഏതായിരിക്കാം? ബഡ്ഡിങ് ആണ് വരുന്നത്. എപ്പോഴും നമ്മളിങ്ങനെ ചെറിയ ക്ലാസ് മുതലേ നമ്മൾ പഠിക്കണല്ലേ നമ്മുടെ ഹൈഡ്ര ഈസ്റ്റ് ഇതൊക്കെ എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് എന്നുള്ളത്? ബൈ ബഡ്ഡിങ് വഴി കേട്ടോ. ഇനി ഹോം അസൈൻമെൻറ്റ് വീട്ടിൽ ചെന്ന് എല്ലാവരും നോക്കൂലോ. ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാവാത്തത് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും മനസ്സിലായോ?
മനസ്സിലായോ? പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? നാളത്തെ എക്സാം സുവോളജി ആയിരിക്കും. ഞാൻ മാർക്ക് ചെയ്യാൻ നോക്കും. ഉണ്ടാവില്ല ഇല്ലേ? മനസ്സിലായോ പിള്ളേരെ? കാര്യമായിട്ട് പറ. ഈ ഒരു ലിവിങ് വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങളുടെ 9:30 തൊട്ട് 11 മണി ആവാറായി. ഇത്രയും നേരം നിങ്ങൾ ഇരുന്നിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഗുണമാണോ, അതായത് ദോഷമാണോ ഉണ്ടായത്? മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പം അത്യാവശ്യം ഒരു ക്വസ്റ്റ്യൻസ് കണ്ടാൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുമോ? പറ്റൂല? ഉറപ്പായിട്ടും കിട്ടൂല കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞതെന്നൊന്ന് പറഞ്ഞു നോക്കിയേ. പറഞ്ഞു നോക്കുക. ആദ്യം നമ്മൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ഗ്രോത്തിൻ്റെ ഫീച്ചേഴ്സ്. അത് ഡെഫിനിഷനായിട്ട് പഠിച്ചില്ലെങ്കിലും നിങ്ങളൊരു കാര്യം ഓർക്കുക, ഫീച്ചേഴ്സ് എല്ലാ ഫീച്ചറും നിങ്ങൾ വായിച്ചു പോകണം. NCERT കയ്യിലുണ്ടല്ലോ, താമസിച്ച് വന്നേക്കണവരുടെ കയ്യിലുണ്ടല്ലോ NCERT. കൊണ്ടുവന്നിട്ടുണ്ടോയെന്നല്ല, വീട്ടിലാണെങ്കിലും ഉണ്ടല്ലോ, വായിച്ചു നോക്കുക കേട്ടോ. എന്നാ ഡൗട്ട്? അവിടെയാണോ? ഡൗട്ടുണ്ടോ? ഡൗട്ടുള്ള കാര്യങ്ങൾ വേഗം വേഗം ചോദിച്ചേ. പതിനൊന്നണി ആവണുള്ളൂ. ഡൗട്ടുണ്ടോ? അപ്പോൾ ക്യാരക്ടേഴ്സ് പറഞ്ഞു. അത് കൂടാതെ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് വന്നേക്കുന്ന ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിൽ വരാമെന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞു തന്നു. മനസ്സിലായി കാണുമല്ലോ ഭാഗങ്ങൾ പറഞ്ഞു തന്നത്. ഹൈറാർക്കിയൽ ഓർഡർ ആണെങ്കിൽ ഇൻ ബിറ്റ്വീൻ എന്നുള്ള രീതിയിൽ ചോദിക്കാം. ഏതൊക്കെ ചോദിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, ഒരു ക്വസ്റ്റ്യൻ പോലും വിട്ടുകളയരുത്. ഓക്കെ, കിട്ടണ്ടല്ല? പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു. ഒന്നുകൂടെ റിവൈസ് ചെയ്ത് പറയണോ നമ്മൾ? വേണ്ടല്ലോ. ഇത്രയും സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. നിങ്ങൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം കിട്ടാവുന്ന ഇതോടുകൂടി ക്വസ്റ്റ്യൻസ് തീർന്നു എന്ന് വിചാരിക്കണ്ട. നിങ്ങൾക്ക് അല്ലാതെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. നെറ്റിലൊക്കെ നോക്കിയാലും അതെല്ലാം മാക്സിമം. തിയറി എത്ര നമ്മൾ പഠിച്ചാലും ക്വസ്റ്റ്യൻസ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ നീറ്റിലേക്ക് അടുക്കുള്ളൂ. അങ്ങനൊരു കാര്യമുണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും ഇതൊക്കെ നമുക്ക് പിന്നെ ദൈവം സഹായിച്ച് പ്രോബ്ലം ചെയ്യാനില്ലല്ലോ. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജെനറ്റിക്സ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊന്നും വന്നാലുള്ളൂ, അങ്ങനെയില്ല. അപ്പോൾ നമുക്ക് എന്ത് കാര്യം പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ശരിയല്ലേ? പ്രാക്ടീസ് ഇല്ലാതെ ഒരു കാര്യം നടക്കില്ലല്ലോ. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ അടുത്ത ദിവസം ഇനിയിപ്പോൾ എന്നാണ് സുവോളജി തന്നെ, അപ്പോഴത്തേന് ഈ 3 ചാപ്റ്റർ നല്ല ടിങ് പഠിച്ചിരിക്കുക. ഏത് ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വന്നാലും നമുക്ക് കിട്ടണം. പഠിക്കോ? ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുമല്ലോ. 6-5 മണിക്കൂറാണ് ഞാൻ ചോദിച്ചേ. 4 അയ്യോ, അതിൽ താഴെയൊന്നും പോകല്ല കേട്ടോ. ഇത്രയും ദിവസം കൊണ്ട് നമുക്ക് മാക്സിമം പഠിക്കണം. എല്ലാവരും അംബീഷൻ ഡോക്ടറാണോ? അത് എൻട്രൻസിന് നീറ്റ് വേണമെന്നുള്ള കാരണം കൊണ്ട്, അതായത് പല കോഴ്സുകൾക്കും വേണമെന്നുള്ള കാരണം കൊണ്ട് വന്നാണോ? അത് കാരണം കൊണ്ട് വന്നാ. എന്നാ പേരെങ്ങനെയാ? അക്സ. എന്താ ഉദ്ദേശിക്കുന്നത്? നീറ്റ് നേഴ്സിംഗ് തന്നെ. അപ്പോൾ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം, വേണ്ടേ? എല്ലാം ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ സീരിയസ്നെസ്സോട് കൂടി ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നോക്കുക. ഇതെല്ലാം ഇനി ഇപ്പോഴേ ഫസ്റ്റ് ക്ലാസ്സിലിരുന്ന് ഉറക്കം തൂങ്ങണവരെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. അടുത്ത ക്ലാസ് ആനിമൽ കിങ്ഡമാണ്, ഉറങ്ങരുത് കേട്ടല്ലോ. നിങ്ങൾക്ക് പല വാക്കുകളും തന്നെ നിങ്ങൾക്ക് എന്തായിട്ട് വരാം, പുതിയതായിട്ട് കേട്ട ഒരവസ്ഥയിലേക്ക് വരും. കാരണം മറന്നുപോയില്ലേ? ഇമ്പ്രൂവ്മെൻ്റ് എഴുതിയേക്കണവർ 1-2 പേരല്ലേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും എല്ലാം മറന്നിരിക്കണ അവസ്ഥയല്ലേ? അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. ഈ നമ്മുടെ +1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാവുന്ന ഒരു ചാപ്റ്ററാണ് ആനിമൽ കിങ്ഡം.
അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇതിനകത്ത് ഓരോ ഫയലും പഠിക്കുമ്പോൾ ഞാൻ പറയാം, നിങ്ങൾക്ക് NCERT നോക്കുമ്പോഴും അറിയാം, അല്ലെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയൽ നോക്കുമ്പോൾ ഒരുപാട് എക്സാമ്പിൾ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എക്സാമിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഒരെണ്ണം എഴുതിയാൽ മതി, അല്ലെങ്കിൽ മാക്സിമം 2 എണ്ണം പരിപാടി നമുക്ക് നിർത്താറുണ്ട്. പക്ഷെ നീറ്റിന് അതല്ല, എക്സാമ്പിളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിന് അയ്യോ ഇനി അത്രയും ഞാൻ പഠിക്കണമെന്ന് ഓർക്കണ്ട. എന്താണ് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ആ ക്യാരക്ടേഴ്സ് ഓർത്തെടുക്കാൻ പഠിക്കണം. ശരിക്കും ഉണ്ടല്ലോ, ശരിക്കും നല്ല രീതിയിൽ സുവോളജി ഇഷ്ടമുള്ള ഒരാൾക്ക് +1 ഏത് ചാപ്റ്ററാണ് ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്ന പറഞ്ഞാണ് ആനിമൽ കിങ്ഡം. അത്ര രസമാണ് പിള്ളേരത് പഠിക്കാൻ. തുടക്കത്തിൽ കുറേ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാലല്ലോ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ എല്ലാം ഈ എക്സാമ്പിൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടേ നമുക്ക് ആ ക്യാരക്ടേഴ്സ് അന്നേരം ഒരു എന്തെങ്കിലും ഒരു ഓർഗാനിസത്തിൻ്റെ ഒരു പേര് കിട്ടി, സ്പോഞ്ചസിൻ്റെ ആണെങ്കിൽ തന്നെ കിട്ടുമ്പോഴത്തേനും അതിൻ്റെ ഓരോ ക്യാരക്ടർ നമുക്കിങ്ങനെ 1 by 1 ആയിട്ട് കിട്ടും. അത്ര ഇഷ്ടത്തോടു കൂടി പഠിക്കാവുന്ന ഒരു ചാപ്റ്റർ അത്. ഇഷ്ടമല്ലാത്തവർക്ക് ഏറ്റവും പാടുള്ള ചാപ്റ്ററും ആയിരിക്കും അത്, അല്ലേ? ഒരു ഫയലത്തിൽ തന്നെ വരില്ലേ 10-11 ക്യാരക്ടേഴ്സൊക്കെ. അപ്പോൾ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് നല്ല ഇൻട്രസ്റ്റോട് കൂടി ഇരിക്കണം കേട്ടല്ലോ. അപ്പോൾ +1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ആനിമൽ കിങ്ഡം. നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണെന്നറിയോ? മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ നോക്കിയായിരുന്നോ മക്കൾ? നോക്കിയിട്ടില്ല. പിന്നെ നമ്മുടെ ബയോമോളിക്കുൾ അതേപോലെ ഇമ്പോർട്ടൻ്റ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചാപ്റ്റർ വരുന്നുണ്ട്, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ. ആ ചാപ്റ്റർ നിങ്ങൾ ആരെങ്കിലും സ്കൂളിൽ പഠിച്ചിട്ടുള്ള ചാപ്റ്ററാണോ? സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഓർക്കണ പോലും ഉണ്ടാവില്ല ചിലപ്പോൾ. ഫ്രോഗ് മാത്രം പഠിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. ഫ്രോഗും ഉണ്ട്. അതിൻ്റെ തുടക്കം നമുക്ക് കുറച്ച് ടിഷ്യൂസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ആ കാര്യവും നമുക്ക് പഠിക്കണം കേട്ടല്ലോ. അതൊന്ന് ഉച്ച കഴിഞ്ഞിട്ട് എടുക്കുന്ന ചാപ്റ്റർ അത്. ഇത്രയും കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിക്കണം. അപ്പോൾ ഇതുവരെ അത് നീറ്റിന് വലിയ കാര്യമായിട്ട് ചോദിച്ചിട്ടില്ലാത്ത കാരണം കൊണ്ട് ചിലപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് എന്ത് വരാം, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ്. പിന്നെ നമ്മുടെ ഫിസിയോളജി ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നറിയോ? ഫിസിയോളജി ചാപ്റ്റേഴ്സ് എവിടെ നിന്ന് മുതലാന്ന് അറിയില്ല. ഫിസിയോളജി എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്നറിയില്ല. നമ്മുടെ ബ്രീത്തിങ് മുതലും ഇങ്ങോട്ട് തുടങ്ങിയാണ്ടല്ലോ. ബ്രീത്തിങ്, ബോഡി ഫ്ലൂയിഡ്സ്, എക്സ്ക്രീഷൻ, ലോക്കോമോഷൻ, ന്യൂറൽ കൺട്രോള്, കെമിക്കൽ കോർഡിനേഷൻ. അത്രയും ചാപ്റ്ററിൽ നിന്ന് ഒരു 10-46 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരെ ചോദിക്കാം കേട്ടല്ലോ. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അത്രയും ചാപ്റ്റേഴ്സ്. +1 ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സാണ് ഞാനീ പറഞ്ഞത്. ആനിമൽ കിങ്ഡവും ബയോമോളിക്കുളും. ബയോമോളിക്കുളിൻ്റെ ഒരു ഗുണമുണ്ട്, ഒരുപാട് ഡീറ്റെയിലേക്ക് പോയാൽ നമുക്ക് തന്നെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാവും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറക്കി പഠിച്ചാൽ മതി. ബാക്കി ഫിസിയോളജി പഠിക്കുമ്പോൾ കണക്ഷൻ വന്നായതുകൊണ്ട് വലിയ പ്രശ്നമില്ല അത്. കാരണം ഓൾറെഡി നമ്മുടെ ബോഡിയിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അത് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ വരും. പക്ഷെ അതിൻ്റെ അന്ന് അത്രയും ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട് മാർക്കിൻ്റെ. ഇനി +2ൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ +2ൻ്റെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ചാപ്റ്റേഴ്സ് പറയുമായിരിക്കും എളുപ്പം. റീപ്രൊഡക്ഷൻ 2 ചാപ്റ്റർ ഇമ്പോർട്ടൻ്റാണ്. ജെനറ്റിക്സിൻ്റെ 2 ചാപ്റ്റർ, എവല്യൂഷൻ ഇമ്പോർട്ടൻ്റാണ്. പിന്നെ കൂടുതൽ ചോദിച്ചേക്കുന്നത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി എന്നാണ്. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ചാപ്റ്റേഴ്സ് വിട്ട് കളയണം എന്നല്ലാട്ടോ പറയണത്. മിസ് അങ്ങനെ ഒരിക്കലും പറയില്ല. എല്ലാ ചാപ്റ്റേഴ്സും ഉൾപ്പെടുത്തി തന്നെ പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് ആ മാർക്കിൻ്റെ ഇതെടുത്ത് നോക്കുമ്പോൾ അറിയാം ഓരോ ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്ന രീതി. അതിൻ്റെ അന്ന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. ഐഡിയ ഉണ്ടാവും. ഈ ഒരു രീതിയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ എല്ലാം നോക്കിക്കൊണ്ടേ വരുള്ളൂ. പക്ഷെ എന്ത് കിട്ടിയാലും ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന ഇരിക്കൂലേ, വായിന്ന് ചാടണം ഓരോന്നും ഇങ്ങനെ പിടിച്ച് ആ രീതിയിലിരിക്കണം. ഉറക്കം വന്ന് തൂങ്ങിപ്പോൾ വീഴും. ഓക്കെ ആണല്ലോ ഫസ്റ്റ് ചാപ്റ്റർ? മനസ്സിലായോ? എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി പറയണ്ട. കിട്ടിയില്ല നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ? എൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസും കിട്ടിയില്ല അല്ലേ? ഇനി ബാക്കിയുള്ളവ വീട്ടിൽ ചെന്ന് നോക്കി കറക്റ്റായിട്ട് ചെയ്തോളാം. ഇൻ്റർവെൽ എടുത്തോ കേട്ടോ.